ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുവരെ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളുടെ അന്തസത്ത ഒന്ന് പറയാമെന്നാ വിചാരിക്കും. എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിന്റെ ഒരു സമ്മറി പറയുക എന്നുള്ളതല്ല, ക്രിസ്തീയ ജീവിതത്തിന്റെ അന്തസത്ത എന്താണ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ബൈബിളില്. വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയുന്നതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. പക്ഷെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു പുതിയ നിയമ അധ്യായം ഏതായിരിക്കും? അത് റോമാലേഖനം 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ അങ്ങ് തുടങ്ങുകയാണ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. എങ്കിലും 12-ാമത്തെ അധ്യായം പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചും മറ്റും പറഞ്ഞുകൊണ്ടാണ് പിന്നെ ബാക്കി അധ്യായങ്ങളിലേക്ക് പോകുന്നത്. ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രിസ്ത്യ ജീവിതത്തെ പറ്റി തന്നെയാണ്. ക്രിസ്ത്യ ജീവിതത്തിലെ അധ്വാനത്തെ പറ്റി, നമ്മുടെ ശരീരത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ക്രിസ്ത്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ റോമാലേഖനം 12-ാം അധ്യായം ഒരു വലിയ അധ്യായമാണ്. തുടങ്ങുന്നത് തന്നെ ആകയാൽ എന്റെ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്ത്യ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. പൗലോസിന്റെ പ്രബോധനങ്ങൾ മുഴുവനും നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ക്രിസ്ത്യ ജീവിതം എന്ന വാക്കൊന്നോട് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ അന്തസത്ത എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേദഭാഗത്ത് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. 21 അടിസ്ഥാന സത്യങ്ങളാണ് വായിക്കുന്നത്. എത്ര വാക്യങ്ങൾ ആ അധ്യായത്തിനുള്ളത്? 20-ഓ 21-ഓ? 21 വാക്യങ്ങൾ അല്ലേ? 21 വാക്യങ്ങളിലായിട്ട് 21 സത്യങ്ങൾ. അത്രയല്ല കേട്ടോ, അതിൽ കൂടുതലുണ്ട്. ഞാൻ ഒരു വാക്യത്തിൽ നിന്നൊരു സത്യം എന്ന നിലയിലങ്ങ് എടുത്തതാണ്. ക്രിസ്ത്യ ജീവിതത്തിന്റെ അതിപ്രധാനമായ സത്യങ്ങളാണ്. റോമാലേഖനം 12-ാമത്തെ അധ്യായം പ്രായോഗികത്തിലേക്ക് വരുത്തുക എന്നതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. 12-ാമത്തെ അധ്യായം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർത്താൽ നാം നല്ല ക്രിസ്ത്യാനികളാണ്. നമ്മുടെ ജീവിതം നല്ലതാണ്, ശരിയാണ്. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം അത്ര കണ്ട് മോശമായിരിക്കും. 1-ാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചേ. എന്താ ഈ വാക്യത്തിലെ പ്രധാനമായിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സമർപ്പണ ജീവിതമാണ്. അത് ഒരു ആരാധനയാണ്. ആരാധനയായി സമർപ്പിക്കാനാണ് പറയുന്നത്. നമ്മുടെ മൊത്തം ക്രിസ്ത്യ ജീവിതത്തെ നാം ഒരു ആരാധനയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായി ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയൂ. എന്താ ഈ ആരാധന എന്ന് പറയുന്നത്? വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വർഷിപ്പ്, ദൈവത്തിന്റെ യോഗ്യത മനസ്സിലാക്കി, ആരാധ്യത മനസ്സിലാക്കി ജീവിക്കുന്നതിന് ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ വന്ന എന്തെങ്കിലും 3-4 വാക്കുകൾ പറഞ്ഞ് 3-4 സെന്റൻസ് പറഞ്ഞ് നമ്മൾ പോകും. ഞായറാഴ്ച ആരാധനയ്ക്ക് ഏതെങ്കിലും ഒരു വാക്യം പറഞ്ഞ് ദൈവം നീ നല്ലവനാകുന്നു, അല്ലെ നീ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരാധനയാകുന്നില്ല. അത് ആരാധനയുടെ ഒരു പ്രസ്താവനയാണ്. എന്നാൽ ജീവിതം ആരാധനയാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവിടെ ജീവിതത്തെ ആരാധനയെ സമർപ്പിക്കാനാവും. നിങ്ങൾ ആരാധനയുടെ ചില വാക്കുകൾ പറയാനല്ലോ പറഞ്ഞു ഞായറാഴ്ച വന്ന്. നിങ്ങളുടെ ജീവിതങ്ങളെ ആരാധനയായിട്ട് സമർപ്പിക്കാനാ പറയുന്നത്. അതെങ്ങനെ സമർപ്പിക്കുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ യോഗ്യത, ദൈവത്തിന്റെ ആരാധ്യത മനസ്സിലാക്കി എൻ്റെ ജീവിതം ആരാധ്യനായിരിക്കുന്ന ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന നിലയിൽ ഞാൻ അങ്ങ് സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ സമർപ്പിക്കുക. അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അതെ, ആകയാൽ എന്ന് പറയുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ രക്ഷയുടെ ഉപദേശത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രക്ഷയുടെ ഉപദേശം ഇങ്ങനെ ആയിരിക്കാൽ ഇനിയും രക്ഷയുടെ പ്രാക്ടീസിലേക്ക് നമുക്ക് വരാം. അതാണ് അവിടെ ആകയാൽ എന്ന് പറഞ്ഞത് കഴിഞ്ഞ 11 അധ്യായങ്ങളിലെ വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അതേകൂടെ ഓരോ അധ്യായത്തിലും രക്ഷയുടെ ഓരോ സന്ദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം 10, 11, 9, 11, 10, 11 അധ്യായങ്ങൾ യഹൂദൻ രക്ഷയെക്കുറിച്ച് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, എന്താണ് നാം ചെയ്യേണ്ടത്? ഇങ്ങനെ ആയിരിക്കാൽ നാം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദവും ജീവനും ഒക്കെ ഉള്ള യാഗമായി സമർപ്പിക്കണം. ശരീരത്തെ യാഗമായി സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രസംഗവും കേട്ടിട്ടുണ്ട്, ഒരുപാട് പറയുകയും ചെയ്യും. എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ചോദിക്കട്ടെ നിങ്ങളോട് പ്രായോഗികമായിട്ട്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? ഈ അധ്യായത്തിൽ പറഞ്ഞതുപോലെ സമർപ്പിച്ചിട്ടുണ്ടോ? ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളൊരു യാഗവസ്തുവായിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പഴയ നിയമത്തിലെ യാഗവസ്തുക്കള് ആട്, മാടും ഒക്കെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരും. അതുപോലെ ദൈവത്തിന് യാഗം കഴിക്കാനുള്ള ഒരു മൃഗമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ അങ്ങനെ ഒരു യാഗമൃഗമായിട്ട്, യാഗത്തിനുള്ളതായിരിക്കുന്ന ഒരു ജീവിതമായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ സമർപ്പിക്കണമെന്നാണ് പറയുന്നത്.
നമ്മളെല്ലാം നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്ക് ജീവിക്കാനും തിന്നാനും കുടിക്കാനും നമുക്ക് വിവാഹം കഴിക്കാനും മക്കളെ ജനിപ്പിക്കാനും അവരെ വളർത്താനും വീട് വെക്കാനും വസ്തുക്കൾ വാങ്ങാനും ഒക്കെ അവകാശമുള്ളതായിരിക്കുന്ന ഒരു യാഗം എന്ന് പറഞ്ഞൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ലല്ലോ. യാഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഒരു ആട്ടുംകുട്ടി പറയാണ് എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, പുലി തിന്നാനുള്ള അവകാശമുണ്ട്, അത് തിന്നാനുള്ള അവകാശമുണ്ട്, വെള്ളം കുടിക്കാനുള്ള അവകാശമുണ്ട്, ഓടി നിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആട്ടിൻകുട്ടി യാഗത്തെക്കുറിച്ച് വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ആട്ടുകുട്ടിയെ യാഗത്തിനായിട്ട് തെരഞ്ഞെടുത്തതായിരിക്കും നാളെന്ന് പറയും നിനക്ക് തിന്നാനും അവകാശമില്ല, ഇനി കുടിക്കാനും അവകാശമില്ല, നടക്കാനും അവകാശമില്ല, ഓടാനും അവകാശമില്ല, ഒന്നിനും അവകാശമില്ല. നിന്റെ തള്ളയാടിനെ നീ മറന്നേരം, നിന്റെ എല്ലാ ബന്ധങ്ങളും മറന്നേരം, നിന്നെ ഇപ്പൊ കൊണ്ടുപോയിട്ട് യാഗശാലയിൽ വെച്ചിട്ട് കഴുത്തറുത്ത് കഷ്ണം കഷ്ണമായി വെച്ച് ദഹിപ്പിക്കാനായിട്ട് പോവുക. ഇവിടെ ഒരേ ഒരു വ്യത്യാസമുള്ള ജീവനുള്ള യാഗമായിട്ട് വേണമെന്ന്. അത് മരിച്ച യാഗങ്ങളാണ്. ജന്തുക്കളെ അറുത്താണ് യാഗം കഴിക്കുന്നത്. നമ്മളോട് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വേണ്ട, നിങ്ങൾ കാലും കൈയും കെട്ടി യാഗശാലയിലും കിടന്നാൽ മതി, ജീവിതകാലം മരിക്കുന്നവരെ അവിടെ കിടന്നാൽ മതി, ഞാൻ യാഗമായിട്ടിരിക്കുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ഈ യാഗശാലയിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യാൻ പോവാം. സ്തുതിക്കാനും പാടാനും കീർത്തനം ചെയ്യാനും നന്ദി പറയാനും ഒക്കെ പോവുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ എവിടെയാണ് നമ്മളെ തന്നെ കരുതുന്നത്? നമ്മളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അത് പലതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണെന്നുള്ള സങ്കടകരമായിരിക്കുന്ന കാര്യം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് സങ്കടകരമായ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ആരാധനാ ജീവിതമാണ്. നമ്മൾ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം അന്തസ്സത്ത് നോക്കിയാൽ അതാണ് നമ്മുടെ ജീവിതം. ഒരു ആരാധനയായിരിക്കണം. നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നതും, നമ്മൾ വിവാഹം കഴിക്കുന്നതും, കുടുംബജീവിതം നയിക്കുന്നതും, നമ്മൾ ജോലി ചെയ്യുന്നതും, ആഹാരം കഴിക്കുന്നതും, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ഒരു ആരാധനയായിരിക്കും. അതാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്നത്. ആ ആരാധനാഭാവത്തിൽ ആ സമർപ്പണത്തോടു കൂടെ നാം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യും. ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ വേസ്റ്റ് ചെയ്ത് കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത്, അപ്പോ നിന്റെ ജീവിതം എനിക്ക് ഒരു ആരാധനയായി പൂർണ്ണമായി സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു അല്ലേ കർത്താവേ? അതിനൊക്കെ ഞങ്ങൾ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പലപ്പോഴും സാധിച്ചിട്ടില്ല, ഒക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളൂ എന്നൊക്കെ പറയാണ്. അതൊന്നും കർത്താവിൻ്റെ ഒക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളൊന്നുമല്ല. പൗലോസ് പറഞ്ഞു എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭമാണ്. കണ്ടില്ലേ, ഒരു ആരാധനാ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധനാ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ക്രിസ്തുവാണ്, മരിക്കുന്ന ലാഭമാണ്. പാട്ടുകാരൊക്കെ എങ്ങനെയൊക്കെ പാടുകയൊക്കെ ചെയ്യുന്നു, പക്ഷേ ആളുകൾക്കോ പാടുന്ന ആളുകൾക്കോ വല്ല ആരാധനാഭാവം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. വിധിക്കാൻ ഞാൻ ആളല്ല. എങ്കിലും പരിചയമുള്ള പല പാട്ടെഴുത്തുകാരെ പറ്റി നോക്കുമ്പോൾ മറ്റുള്ള ജീവിതവുമായിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നന്നായിട്ട് പാട്ട് എഴുതാൻ കഴിയുമെന്നുള്ളതേ ഉള്ളൂ. ഒരു സമർപ്പണ ജീവിതം, ഒരു ആരാധനാ ജീവിതമാകണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനൊക്കെ ഇല്ല, 21 കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ശരിയാവില്ല. പക്ഷെ ഈ ഒരു സത്യം നമ്മൾ അംഗീകരിക്കണം. ക്രിസ്ത്യ ജീവിതം ഒരു ആരാധനയാണ്. ക്രിസ്ത്യ ജീവിതം ഒരു സമർപ്പണമാണ്. ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. ക്രിസ്ത്യ ജീവിതം എൻ്റെ ജീവിതമല്ല, എനിക്ക് അവകാശമുള്ള ജീവിതമല്ല. അത് എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുത്ത ജീവിതമാണ്. അങ്ങനെ നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ഭാവം മാറും, നമ്മുടെ വികാരങ്ങൾ മാറും, നമ്മുടെ വാക്കുകൾ മാറും, നമ്മുടെ പ്രവൃത്തികൾ മാറും, ഒക്കെ മാറും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴും പച്ചയ്ക്ക് പച്ച മനുഷ്യരാണ്. യാഗശാലയിൽ കൊണ്ടുവച്ച മനുഷ്യരെ അല്ല. പച്ചയ്ക്ക് വെച്ച മനുഷ്യരെന്ന് പറയും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ഭംഗിവാക്കായിട്ട് നമ്മൾ പറയും സ്തോത്രം കർത്താവേ, എന്നെ രക്ഷിച്ചതിന് സ്തോത്രം. അത്രയും പറയുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്, അത് പറയാതിരിക്കരുത് കേട്ടോ, അത് പറയണം. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. So we need to offer our entire life as a sacrifice to the Lord. Lay it on the altar. Let the Lord do what he wants with our lives. നമ്മുടെ ജീവിതങ്ങളെ കൊണ്ട് ദൈവത്തിന് എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യട്ടെ, ഏൽപ്പിച്ചു കൊടുത്തേര്. ഇതാ അടിയൻ വരുന്നു, നമുക്ക് ഇഷ്ടം പോലെ ചെയ്തോ കർത്താവ്. കൊല്ലണേ കൊല്ലുക, ജീവിക്കണേ ജീവിക്കുക. എന്താണ് വേണ്ടത്? ഐ ആം യുവേഴ്സ്, ഐ ആം അറ്റ് യുവർ ഡിസ്പോസൽ എന്ന് പറയണം. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തീയ ജീവിതം ഒരു വ്യതിരിക്ത ജീവിതമാണ്, അല്ലെങ്കിൽ വേർപാടിന്റെ ജീവിതമാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് സെപ്പറേഷൻ, ഇറ്റ്സ് എ ഡിസ്റ്റിങ്ക്ലി സെപ്പറേറ്റ്. എന്താ അവിടെ പറയുന്നത്? അനുരൂപരാകരുതെന്നാണ്. അനുരൂപരാകരുത്. എന്തിനു അനുരൂപരാകരുത്? രണ്ടാമത്തെ വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവികത എന്നതും തിരിച്ചറിയേണ്ടത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പൊ പറയുന്നത് അതൊരു സെപ്പറേറ്റ് ലൈഫ്, വ്യതിരിക്ത ജീവിതമാണ്. ഈ ലോകത്ത് അനുരൂപരാകരുതെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോകം എന്താണോ
ഈ ലോകത്തിന്റെ എസൻസ് എന്താണോ അതുമായി നാം അനുരൂപരാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം നിൽക്കുന്ന 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: സക്സസ്, സാറ്റിസ്ഫാക്ഷൻ, സെക്യൂരിറ്റി. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഈ 3 കാര്യങ്ങളാണ്. ലോകം നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണ്ടേ, നിങ്ങളുടെ ലൈഫ് സെക്യൂർഡ് ആകണ്ടേ. ഇൻഷുറൻസുകാരും അവരെല്ലാവരും സെക്യൂരിറ്റിയിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാനഡയിലും അമേരിക്കയിലും ആളുകൾ പോകുന്നത് എല്ലാം സക്സസുമായി ബന്ധപ്പെടാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സക്സസ്ഫുൾ ആകണ്ടേ, വലിയ കോളേജിൽ അഡ്മിഷൻ കിട്ടണ്ടേ, ഒക്കെ വേണമല്ലോ. അതുപോലെ സാറ്റിസ്ഫാക്ഷൻ, ഈ 5 സ്റ്റാർ ഹോട്ടലുകളും അതുപോലെ ഈ തട്ടുകടകളും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ തൃപ്തിയെ, വീട്ടിലെ ആഹാരമൊന്നും വേണ്ട, എല്ലാം നമ്മുടെ സംതൃപ്തി. നമ്മുടെ അപ്പച്ചന്മാരുടെ അടുത്ത് ഉടുപ്പിന് വല്ല കുഴപ്പം ഉണ്ടായിരുന്നോ? ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എല്ലാം അങ്ങ് മാറിയില്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ ന്യൂസ് കണ്ടപ്പോൾ വല്ല കുഴപ്പമുണ്ടായിരുന്നോ ന്യൂസിന്? ഇപ്പൊ 10,25,000 30,000 രൂപ കൊടുത്തല്ലേ നമ്മൾ കൺസോൾ ടി വി അത് നമുക്ക് വാങ്ങി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? സാറ്റിസ്ഫാക്ഷൻ. പണ്ട് നെല്ല് കുത്തി അരിയെടുത്ത് നമ്മൾ ചോറുണ്ടപ്പോൾ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഇപ്പൊ അങ്ങനെ ഒക്കുമില്ലല്ലോ. ഇപ്പൊ നമുക്ക് എന്ത് വേണം? അവിടെ എല്ലാം കളഞ്ഞ് പോളിഷ്, ഇങ്ങനെയെല്ലാം നമ്മൾ തൃപ്തി എന്നുള്ള ഒരു സംതൃപ്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യുന്ന സംതൃപ്തിക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സംതൃപ്തിക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാം വി ആർ ഓൾ സസെപ്റ്റബിൾ ടു ദാറ്റ്. വി ഓപ്പറേറ്റ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ. ജീവിതത്തിന്റെ രസമില്ലെന്ന് നമ്മൾ പറയില്ല. ജീവിതത്തിന്റെ രസമില്ല. പലപ്പോഴും നമ്മളെന്താ നമ്മുടെ വീട് പെയിന്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ന് ചോദിച്ചാൽ, വീട് പെയിന്റ് ചെയ്യാൻ സമയമായതുകൊണ്ടോ അല്ലെ പെയിന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് രോഗം വരുമായതുകൊണ്ടൊന്നും അല്ല. സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അയൽക്കാരനെ എല്ലാം വീട് പെയിന്റ് ചെയ്ത് നമ്മുടെ വീട് ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞാൽ. എനിക്ക് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് അംബാസഡർ കാർ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ മോഡൽ അംബാസഡർ കാർ അദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരിക്കൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിൽ ഒരാൾ ചോദിച്ചു, എന്റെ സാറേ, എല്ലാവരും സാർ ഈ ഓടിക്കുന്ന മോഡൽ കാർ ഇന്ത്യയിൽ എങ്ങും കാണുകയില്ല, ഈ കണ്ടാലും പഴഞ്ചനായി ഇത്രയായി, സാറിന് ഈ കാർ അങ്ങ് മാറരുതോ എന്ന് ചോദിച്ചു. ഇത് ഓടിക്കുന്ന പോലെ സംതൃപ്തിയുണ്ട്? സാറ് പറഞ്ഞ ഐ എം വെൽ സാറ്റിസ്ഫൈഡ്. സാറ് ചോദിച്ചത്, എടാ നിന്റെ അമ്മ ചുക്കും ചുളുക്കും തൊലിക്ക് വന്നെന്ന് വിചാരിച്ചു, നീ മാറി വേറൊരു അമ്മ എടുക്കുമെന്ന് ചോദിച്ചു. സാറിന് കാർ അമ്മ പോലെ ആയിരുന്നോ അല്ലയോ, അത് വേറൊരു വിഷയമാകട്ടെ. അല്ല, ഈ സാറ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഒരു കാറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിൽ എത്തുക എന്നുള്ളതാണ്. എന്റെ ഈ കാർ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിൽ എന്നെ എത്തിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഈ കാർ മാറുന്നു? പോയിന്റ് എയിൽ തന്നെ എന്റെ കാർ കിടക്കുകയാണെങ്കിൽ എനിക്ക് മാറി വെക്കുക, കാരണം എനിക്ക് പോയിന്റ് ബിയിൽ എത്തണം. അതിന് കാർ സഹായിക്കുന്നില്ല. പക്ഷേ ഞാൻ കയറിയിരുന്നു, സ്റ്റാർട്ട് ആകുന്നു, വണ്ടി പോകുന്നു, പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് ചെല്ലുന്നു, ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്തിനാ ഈ കാർ കളയുന്നു? പക്ഷേ സാറ്റിസ്ഫാക്ഷൻ, ആ കാർ ഓടിച്ചിട്ട് കണ്ടവർക്ക് എന്ത് തോന്നി? ഈ പ്രൊഫസർ ഈ കാർ ഓടിച്ചു നടക്കുന്നത് നാണക്കേട അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ്. ഞാൻ ഉൾപ്പെടെ, ഞാൻ വേറെ ആരെയും കുറ്റം പറയല്ല. നമ്മളൊക്കെ പണിത് വെച്ചിരിക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമുള്ള വീടുകളൊന്നുമല്ല. നിങ്ങളും ആ വീടുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര മണിക്കൂറിന്റെ ബന്ധമുണ്ട്? നിങ്ങൾ 8 മണി 9 മണി ആകുമ്പോൾ കട്ടിലേക്ക് കയറി കിടന്നുറങ്ങുന്നു. ഈ വീട് പണിയുന്നതിന് മുമ്പ് നിങ്ങൾ കിടന്നുറങ്ങിയെടുത്തെങ്കിൽ ഉറങ്ങിയില്ലേ? ഞാന് 1964 കേരളം വിട്ടതാണ്. ആ കേരളം വിട്ടിട്ട് പിന്നെ 1980 കേരളത്തിലേക്ക് മടങ്ങി വരുന്നത്. അതുപോലെ ഞാൻ പല സ്ഥലങ്ങളിൽ പല വീടുകളിൽ ഒക്കെ താമസിച്ചത്. കേരളത്തിൽ വന്നതിന് ശേഷവും ഞാൻ കൊണ്ടൊരു നല്ല വീട്ടിൽ താമസിച്ചു. അതുപോലെയുള്ള വീട്ടിൽ താമസിച്ചു. എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ വീട്ടിൽ താമസിക്കാൻ? എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു നാണം തോന്നിയില്ല. കാരണം എനിക്കും ആ വീടുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ചില മണിക്കൂറുകളുടെ ബന്ധമേ ഉള്ളൂ. ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ഒരു സമയമാകും വരും, കയറി കിടന്നു സുഖമായിട്ട് ഉറങ്ങും, രാവിലെ എഴുന്നേറ്റ് പോകും. ഞാനും എനിക്ക് വീടുണ്ടെനിക്ക് ആവശ്യം ഉണ്ടായിരുന്നോണ്ട് വീട് പണിതു. ഒരു ട്രെയിനിങ് ക്ലാസ് നടക്കണമായിരുന്നു, 10-22 പേർക്ക് താമസിക്കണമായിരുന്നു. താമസിക്കാനുള്ള സൗകര്യം, ആഹാരം കഴിക്കാനുള്ള സമയം, പഠിക്കാനുള്ള സൗകര്യം, ലൈബ്രറിക്ക്, ബുക്ക് സ്റ്റോളിന്, ക്ലാസ് റൂമിന്, അവർക്ക് എല്ലാവർക്കും കുളിക്കാനൊക്കെ സമയമായിട്ട് പണിതിട്ട് വെച്ചത്. ഇപ്പോൾ അവിടെ ക്ലാസ് ഇല്ലാത്തപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഉള്ള കാര്യം പറയാം. ആരെങ്കിലും വന്ന് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവർ തലയിൽ വെച്ചു. ഇതൊക്കെ ബേർഡനാണെന്നേ. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഏറിയ പങ്ക് ആളുകൾ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയാണ് ചെയ്യുന്നത്, നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എത്ര പൂട്ടുകൾ വെക്കുന്നുണ്ട് ഓരോ ഡോറിനും? എന്തിനു വേണ്ടി അതെല്ലാം വെക്കുന്നത്? ഇപ്പൊ ക്യാമറകൾ മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ട്. ക്യാമറ വെച്ചോ, കാരണം അങ്ങനത്തെ ഒരു കാലമായിപ്പോയി. ക്യാമറ ഉണ്ടെങ്കിലും തടയാൻ നോക്കുകയും. രാവിലെ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, പറയാൻ നിങ്ങൾക്ക് ആളിനെ ഒന്നും ചോദിക്കുകയും പറയും ഒന്നും ചെയ്യരുത്, ഇവിടെ ഉള്ള ആളല്ല. അവരുടെ 17 വയസ്സുള്ളതായിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണ്.
രാത്രി കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കം വന്ന് ജനലിൽ കൂടെ കമ്പിട്ട് കുത്തും, അവൾ വാതിൽ തുറക്കും, അവർ ബന്ധപ്പെടും, പോയി. വെറും 17 വയസ്സ്, ബ്ലീഡിങ് ആയിട്ട് ആശുപത്രി ചെന്ന് ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞ് ഗർഭിണിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചോ, ഷോക്ക്. അപ്പോൾ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നടക്കില്ലായിരുന്നു, എനിക്കറിയില്ല അതുപോലും പ്രിവെന്റ് ചെയ്യുമോ. അപ്പൊ ക്യാമറ ഒക്കെ വെച്ചോ, ഞാൻ എതിരല്ല, പക്ഷെ അതൊന്നും നമുക്ക് സെക്യൂരിറ്റി തരുന്നില്ലെന്നാ പറഞ്ഞത്. അതൊന്നും നമുക്ക് സെക്യൂരിറ്റി, നമ്മുടെ സ്വഭാവം മാറാതെ ക്യാമറ വെച്ചോണ്ട് നമ്മുടെ സ്വഭാവം മാറും. നമ്മുടെ സ്വഭാവം മാറണം, നമുക്ക് മാറിയെങ്കിലും സ്വഭാവം മാറിയെങ്കിലും. അത് കഷ്ടകരമായ കാര്യമാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം ഒരു വ്യതിരിക്ത ജീവിതമാണെന്ന് പറഞ്ഞു. വേർപാടിന്റെ ജീവിതം, ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു വിധത്തിലും ലോകക്കാരെ പോലെ ഇരിക്കരുത്, ലോകക്കാരെ പോലെ ചിന്തിക്കരുത്, ലോകക്കാരെ പോലെ വിചാരപ്പെടരുത്, ലോകക്കാരെ പോലെ നിങ്ങൾ പെരുമാറരുത്, ലോകക്കാരെ പോലെ നിങ്ങൾ ജീവിക്കരുത്, സംസാരിക്കരുത്, എടുക്കരുത്. അതിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞു. നമ്മളെ കണ്ട ലോകക്കാരെല്ലാം തോന്നുമോ? കർത്താവിനെ ക്രൂശിച്ച സമയത്ത് പോലും ശതാധിപൻ എന്താ പറഞ്ഞേ? ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞത്? അവന്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. ലോകക്കാരെ പോലെ അതുവരെ ശതാധിപൻ 100 കണക്കിന് ആളുകളെ ക്രൂശിച്ചിട്ടുണ്ട്. അവരിൽ ഒരാളും കർത്താവിനെ പോലെ പെരുമാറിയില്ല, ഒരാളും. അതുകൊണ്ട് കർത്താവിന്റെ മരണത്തെ കണ്ടവൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ ഇങ്ങനെ പെരുമാറാൻ ഒക്കില്ലെന്ന്. അപ്പൊ നമ്മളെ പറ്റിയും പറഞ്ഞു, ഇവൻ സാക്ഷാൽ ക്രിസ്ത്യാനിയാന്ന് പറയുന്നത്. ഞാൻ എത്രയോ ക്രിസ്ത്യാനികളെ കണ്ടു. ഞാൻ പാലായിലായിരുന്നപ്പോ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു മതസ്ഥനായാലും അവന്റെ മതനേതാവിനെ കുറിച്ച് ബഹുമാനം കാണുകയില്ലേ. ഞാൻ അവിടെ ഒരു ബേക്കറി ഉണ്ട്, പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് വല്ലപ്പോഴും ബേക്കറി സാധനങ്ങൾ വാങ്ങാൻ പോകും. ഞാൻ ഒരു ദിവസം അവിടെ ചെന്നപ്പോ പാലാ ടൗൺ മുഴുവൻ മൈക്ക് കെട്ടി വെച്ചിട്ട് പ്രസംഗം, അച്ഛന്മാരുടെ ധ്യാനം നടക്കുക. ഞാൻ കയറി ഉടനെ എന്നെ അച്ഛനെന്നാ വിളിക്കുന്നത് അവിടെ എല്ലാവരും. അവർ അങ്ങനെ അറിയത്തുള്ളൂ, സഭാ നേതാക്കന്മാരെല്ലാവരും അച്ഛന്മാരാണ്. എന്നോട് പറഞ്ഞു, അച്ഛനൊരു നല്ല മനുഷ്യനാണ്, ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ദുഷ്ടന്മാരാണ്. എന്നാലും അങ്ങനെ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ദുഷ്ടന്മാർ, അച്ഛനൊരു നല്ല മനുഷ്യനാണ്. ഞാൻ ആ കടയിൽ നിന്ന് വല്ലപ്പോഴും സാധനം വാങ്ങിയതേ ഉള്ളൂ. എങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് കണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. ഞാൻ നല്ല മനുഷ്യനാണ്, അവിടെ അച്ഛന്മാരൊക്കെ ദുഷ്ടന്മാരാന്ന് പറഞ്ഞു. ഇത് മോശമാണ്. അല്ല, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു സാധാരണമായ വ്യക്തിത്വമാണല്ലോ, നിങ്ങൾ കണ്ടിട്ട് ഈ സ്ഥാപനത്തിൽ 500 പേര് ജോലി ചെയ്യുന്നവർ, നിങ്ങൾ വ്യത്യസ്തരാണല്ലോ. എന്താ, നിങ്ങൾ ആരാണ്? അല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഓ, അത് ശരി. ഇവിടെ വേറെ ക്രിസ്ത്യാനി ഉണ്ടല്ലോ, അവർ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവരാ, അവർ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്നവരാ. അപ്പൊ ഈ വ്യതിരിക്തത എന്ന് പറയുന്നത്, ഡിസ്റ്റിങ്റ്റീവ്നെസ്, സെപ്പറേറ്റഡ്നെസ് എന്ന് പറയുന്നത് ഒരു കീ ഫാക്ടറാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് നാം മറ്റുള്ളവരെ കാണിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വ്യത്യസ്തനാണ്, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ വ്യത്യസ്തനാണ്. പഠിക്കുന്നിടത്തായാലും എവിടെയായാലും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഒരു കുട്ടി പഠിച്ചതായിരിക്കുന്ന സ്കൂളില് കണക്കിന്റെ പേപ്പർ വലിയ ടഫായിരുന്നു. ടീച്ചർ എല്ലാ സ്റ്റുഡൻസിന്റെയും അടുത്ത് ചെന്നിട്ട് ഓരോ കണക്കിന്റെയും ഇതിന്റെ ഫോർമുല ഇതാണ്, ഇങ്ങനെ എഴുതാൻ പറയുവാനുണ്ട് എല്ലാ കുട്ടികളും, അല്ലെങ്കിൽ അവരുടെ സ്കൂളിലെ റിസൾട്ട് മോശമാകും. ഈ കൊച്ചിനടുത്ത് വന്ന് ടീച്ചർ പറഞ്ഞു, ഇത് അങ്ങനെ ഇത് എഴുത നീ. ഞാൻ എഴുതിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല. ടീച്ചർ പറഞ്ഞു തന്നെ എഴുതിയാൽ അത് സത്യസന്ധതയല്ല, ഞാൻ തോറ്റിട്ടുണ്ടെന്ന്. അതെന്താ നീ അങ്ങനെ? ഞാൻ ക്രിസ്ത്യാനിയാണോ? നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്തായിരുന്നു, അവിടെ വേറെ ക്രിസ്ത്യാനികളൊന്നും ആ സ്കൂളിലില്ലായിരുന്നു. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ക്രിസ്ത്യാനികൾ കോപ്പി അടിക്കുന്നവര്. അത് നല്ല സാക്ഷ്യമല്ലേ? ഒരു വർഷം പോയാലെന്താ? അതാണ് നമ്മുടെ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ വ്യതിരിക്തത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ വേർപാടുകാരാണ് എന്ന് പറയും. പണ്ടത്തെ ആളുകൾ എങ്ങനെ പറയും? വേർപാടുകാരാണ്. അത് നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. നമ്മുടെ തീറ്റിയിലും കുടിയിലും നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ മുടിവെട്ടിലും, ഞാൻ പറയും നമ്മൾ വിൽക്കുന്നതിലും വാങ്ങുന്നതിലും എല്ലാറ്റിലും കാണിക്കണം നമ്മൾ വേർപാടുകാരാണെന്നുള്ളത്. അത് കാണിക്കാതിരിക്കരുത്. അത് നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. നിങ്ങൾ ലോകരെ പോലെ ആകരുതെന്ന് കർത്താവ് അപ്പോസ്തലന്മാരും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നൊക്കെയാ പറയുന്നത്. അതാണ് മൂന്നാമത് പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന ഒരു രൂപാന്തര ജീവിതമാണ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനാ പറയുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സെന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ അറിവ്, നമ്മുടെ വികാരം, നമ്മുടെ ഇച്ഛാശക്തി. ഈ 3 മനസ്സെന്ന് പറയുന്നത്.
കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ കുട്ടിയോട് ചോദിക്കും മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ ബുദ്ധിയിൽ ഉൾക്കൊണ്ടോ? 2 + 2 കൂട്ടിയാൽ 4 മനസ്സിലായോ കുഞ്ഞുങ്ങളെ? മനസ്സിലായി? കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കനും പെണ്ണും നിൽക്കുമ്പോൾ ചോദിക്കും നിനക്ക് മനസ്സാണോ എന്ന് പുരുഷനോടും ചോദിക്കും. നിന്റെ സമീപം നിൽക്കുന്ന ഈ പുരുഷനെ സ്വീകരിക്കാൻ നിനക്ക് മനസ്സാണോ എന്ന് സ്ത്രീയോട് ചോദിക്കും. ഈ സ്ത്രീയെ ഭാര്യയെ സ്വീകരിക്കാൻ മനസ്സാണെന്ന് ചോദിക്കും. അവിടെ മനസ്സാണെന്ന് ചോദിച്ചാൽ എന്റെ ബുദ്ധി കയറിയെന്നു ഇല്ല, നിന്റെ ഇച്ഛ. നീ അതിന് തീരുമാനിച്ചോ? നീ മനഃപൂർവ്വം തീരുമാനമെടുത്തോ? ആർ യു വില്ലിങ്? അതിന് വില്ലിനെ കുറിച്ചാണ് പറയുന്നത്. വിൽ പവർ. ആർ യു വില്ലിങ് ടു അക്സെപ്റ്റ്? അപ്പൊ നമ്മുടെ ഈ മനസ്സെന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു വശമാണ് നമ്മുടെ ഈ വില്ലിങ്നെസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ഡോക്ടറുടെ സൈക്യാട്രിസ്റ്റിക്ക് ചെല്ലുമ്പോൾ എന്താ പറഞ്ഞത്? സാറേ മനസ്സിന് കുറച്ച് ദിവസമായിട്ടൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ എത്ര മനസ്സിലാവുന്നില്ലല്ലേ? അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് കരയുക, വെറുതെ ഇരുന്ന് ചിരിക്കുക, വെറുതെ തിന്നുക, തിന്നാതിരിക്കുക, എനിക്ക് മനസ്സിൻ്റെ ഒരു സുഖമില്ല എന്ന് പറയാൻ എൻ്റെ വികാരമാണ്. വൈകാരികമായി ഞാൻ ശരിയല്ല. കരയേണ്ടടുത്ത് കരയുന്നില്ല, കരയേണ്ടടുത്ത് കരയുന്നുണ്ട്, ചിരിക്കരുതാത്തടത്ത് ചിരിക്കുന്നുണ്ട്, തിന്നാൻ പാടില്ലാത്തപ്പോൾ തിന്നുന്നുണ്ട്. ഇങ്ങനെയാണ്. അപ്പോ അത് വികാരത്തെ കാണിക്കുന്നതാണ്, വൈകാരികതയെ കാണിക്കുന്നതാണ്. അപ്പോ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് അവന്റെ ബുദ്ധി, വികാരം, ഇച്ഛാശക്തി, ഈ 3നെ കാണിക്കുന്നതാണ്. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്താശൈലിയെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തണം. നിങ്ങളുടെ വികാരങ്ങൾ, സ്നേഹം, നിങ്ങളുടെ കോപം, പക, ഇങ്ങനെയുള്ള വികാരങ്ങൾ സംബന്ധമായ കാര്യങ്ങൾ വ്യത്യാസം വരുത്തണം. അതുപോലെ നിങ്ങളുടെ തീരുമാനശേഷി, ഇച്ഛാശേഷി നിങ്ങൾ തീരും. അല്ല, അങ്ങനെയാണോ? നമ്മളും അങ്ങനെയാണോ? ലോകക്കാർ ചിന്തിക്കുന്ന പോലെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? ലോകക്കാരെങ്ങനെയാ ചിന്തിക്കുന്നത്? ഒരു കാര്യം കണ്ട് അവരെങ്ങനെ ചിന്തിക്കുന്നു? ഉദാഹരണം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു കുട്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി ആണ് പാസ്സായ ഒരു കുട്ടി ജോലിക്ക് പഠിപ്പിടത്ത് അപേക്ഷിച്ചു, ജോലി ഓഫർ കിട്ടി. 2 നിങ്ങൾക്ക് ഓഫർ കിട്ടി, ഇന്റർവ്യൂ എല്ലാം പാസ്സങ്ങൾ ഓഫർ കിട്ടി. ഒരിടത്തുനിന്ന് 1,00,000 രൂപ മാസം ശമ്പളം കിട്ടും, വേറെടുത്തുനിന്ന് 75,000 രൂപ ശമ്പളം. ഏത് ജോലിയാണ് എടുക്കേണ്ടത്? ഏത് ജോലിയാണ് എടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ. എടുക്കേണ്ടത് ഏതാണെന്നുള്ള ഇവിടെ ഇരിക്കട്ടെ. സ്വാഭാവികമായിട്ട് എല്ലാവരും എടുക്കുന്നത് 1,00,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ്. കാരണം എന്താ? കാരണം നമ്മുടെ ചിന്താഗതി അതാണ്, തിങ്കിങ് അതാണ്. കൂടുതൽ കാശ് കിട്ടുന്നതാണ് ബെറ്റർ. പക്ഷേ ഒരു ദൈവവേദന അങ്ങനെ എടുക്കാൻ ഒക്കില്ല. ദൈവത്തിൽ ഒരുപാട് ചോദ്യം ചോദിക്കും. ഞായറാഴ്ച ഫ്രീ ആയിട്ടുള്ള ജോലി ഏതാ? എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ. കുടുംബജീവിതത്തിന് സഹായകരമായ ജോലി ഏതാ? എനിക്ക് രാവിലെ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് വരാം, അല്ലെങ്കിൽ എനിക്ക് വൈകിട്ട് വീട്ടിൽ ചെന്ന് എൻ്റെ കുടുംബാരാധനയൊക്കെ നടത്താം. 1,00,000 രൂപയുടെ ജോലി ഞാൻ രാത്രി 11 മണിയായി പോകാൻ ഒക്കില്ല. ചിലപ്പോൾ ഞായറാഴ്ച ജോലി ചെയ്യേണ്ടി വരും, ശനിയാഴ്ച ജോലി ചെയ്യേണ്ടി വരും. 75,000 രൂപയ്ക്കാണെങ്കിൽ ആഴ്ച 5 ദിവസമേ ഉള്ളൂ ജോലി, ഞായറാഴ്ച ഫ്രീ ആണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ചോദിക്കുമ്പോൾ ഏതാ തിരഞ്ഞെടുക്കുന്നത്? അതാണ് ലോകക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞത്. ലോകക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നിങ്ങളുടെ ചിന്താശൈലിയെ ചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നമുക്ക് കൂടുതൽ ലാഭമുള്ളത് ഏതാ? അങ്ങോട്ടേക്ക് വിടും. നമ്മുടെ മക്കളെയൊക്കെ ഗൾഫിലേക്ക് വിടും. വിടുമ്പോൾ നമ്മൾ എന്താണ്? അവിടെ ആരാധനയ്ക്കുണ്ടോ, പള്ളിയുണ്ടോ, നമ്മുടെ വിശ്വാസ സമൂഹം ഉണ്ടോ, അവിടെ ബൈബിൾ ഉണ്ടോ, പ്രാർത്ഥിക്കുന്നതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. അതൊക്കെ പിന്നെ അവിടെ ചെന്നിട്ടാണ് ചിന്തിക്കുന്നത്. ഇവിടെ കാണും ആരാധനയ്ക്ക് പോകാനുണ്ടോ? അതൊന്നും ചിന്തിക്കാറില്ല. നമ്മുടെ പിള്ളേരെ പഠിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വിടുമ്പോൾ അവിടെ ആരാധനയുണ്ടോ, നമ്മുടെ സഭയുണ്ടോ, ദൈവമക്കളുണ്ടോ, ഇതുപോലെ ചിന്തിക്കുന്നത് ഇല്ല. എവിടെയാണ് നല്ല വിദ്യാഭ്യാസം, എവിടെ പഠിച്ചാലാ ജോലി കിട്ടുന്നത്, ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ എവിടെയാകുള്ളൂ, ഇതൊക്കെ അല്ലേ നോക്കുന്നുള്ളൂ. ലോകക്കാരെ പോലെ നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസ് പറഞ്ഞു അങ്ങനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറഞ്ഞു. യു ഹാവ് ടു ഹാവ് എ ന്യൂ തിങ്കിങ്, എ ന്യൂ വേ ഓഫ് തിങ്കിങ്, എ ന്യൂ സ്റ്റൈൽ ഓഫ് തിങ്കിങ്, എ ന്യൂ വാല്യൂ ഓഫ് തിങ്കിങ്. ഇഷ്ടപ്പെടുന്നു അതുപോലെയാണ്. ലോകക്കാർ ഇഷ്ടപ്പെടുന്ന പോലെ ഇഷ്ടപ്പെടുന്നു. അവർ വായിക്ക് രുചിയുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. വിശ്വാസി ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. വായിക്ക് രുചിയുള്ളത് കഴിച്ചു, അത് വേണ്ടെന്ന് ഞാൻ പറയില്ല. വായിക്ക് രുചിയില്ലാത്ത തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ കഴിക്കണക്കില്ല. പക്ഷെ ഒരു വിശ്വാസി അങ്ങനെയല്ല. അവന്റെ ശരീരത്തിന്, ആരോഗ്യത്തിന് സഹായകരമായ കാര്യങ്ങളാണ് അവൻ കഴിക്കുന്നത്. തീരുമാനിക്കും, ഞാൻ കഴിക്കുന്നത് ഞാൻ വാങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും സഹായകരമാണ് എന്ന്. ഉരുളക്കിഴങ്ങ് കൂട്ടാൻ തന്നെ വെച്ച് കഴിക്കില്ല. വായിക്ക് രുചിയുള്ളതാണെങ്കിൽ. ചിലർക്ക് രുചിയുണ്ട്, ചിലർക്ക് രുചിയില്ല. വല്ലപ്പോഴും പാവയ്ക്കായും വെണ്ടയ്ക്കായും കോവയ്ക്കായും വഴുതനങ്ങായും ചീരയും ഇങ്ങനെ ഓരോന്ന് വാങ്ങും. കാരണം എൻ്റെ ആരോഗ്യമാണ് ഞാൻ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ പച്ചക്കറി വാങ്ങാൻ പോകുന്നത്, അല്ലാതെ വായിക്ക് രുചിയല്ല. പിള്ളേർക്ക് പാവയ്ക്ക ഇഷ്ടമല്ല. പിള്ളേർക്ക് പാവയ്ക്ക ഇഷ്ടമല്ലെന്ന് ആര് പറയും? നിങ്ങൾ അങ്ങനെ ആക്കിയല്ലേ? അതല്ലേ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പിള്ളേർക്കും പാവയ്ക്ക വിട്ട്, വെണ്ടയ്ക്ക വിട്ട് വീട്ടിലുണ്ടാക്കുന്ന എല്ലാം കഴിയുന്നത്. ചെറുപ്പത്തിലേ നിയമം വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്റെ മമ്മി എന്തൊക്കെ ഉണ്ടാക്കുന്നു അതിലൊരു സെർവിങ് എടുത്തെങ്കിലേ കഴിച്ചെങ്കിലേ ഒക്കൂ. ഇഷ്ടമല്ലെന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നു.
അങ്ങനെ പ്രശ്നം, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. സെക്കൻഡ് സെർവിങ് വേണേൽ വാങ്ങിച്ചാൽ മതി, പക്ഷെ ഫസ്റ്റ് സെർവിങ് യു ഹാവ് ടു ടേക്ക്. പക്ഷെ അങ്ങനെയല്ല പലയിടത്തും. ചെറുപ്പത്തിലേ അവർക്കിട്ടുള്ള വസ്ത്രമൊക്കെയാ പിള്ളേരെയും കൊണ്ട് 4 വയസ്സ് 3 വയസ്സുള്ള പിള്ളേരെയും കൊണ്ട് കടയിൽ പോയാലേ മാതാപിതാക്കൾ പറയുന്നൊന്നും അല്ല അവരിടുന്നത്. പിന്നെ അവരേതാ ഇടുന്നറിയാമോ? ഷാരൂഖ് ഖാന്റെ പിള്ളേരിടുന്നൊക്കെയാ അവർക്ക് ഇടുന്നത്. അതൊക്കെ അവർക്കറിയാം. മുടി വെട്ടിക്കാൻ പോയാലും അവർ പറയാല്ല, ഇങ്ങനെ ഒരു വെട്ട് വെട്ടണം, ഇങ്ങനെ ഒരു വെട്ട് വെട്ടണം, ഇങ്ങനെ ഒരു വെട്ട് വെട്ടണം. ഞാനൊക്കെ ചെറുപ്പത്തിലുണ്ട്, എപ്പോഴും ഓർക്കുന്നുണ്ട്, വീട്ടിൽ വന്ന് വെട്ടുക, എല്ലാം 1-ാം തീയതി അയാൾ വരും, ഒരു സ്റ്റൂൾ എടുത്തിട്ടും അവിടെ പോയിരിക്കും. ഞാൻ അവരോട് പറയും, എടൂ മുടി ചീകാനൊരു ശകലം കുറച്ച് നീളത്തിലിട്ടേക്കണെന്ന് പറയും. അയാൾ ആദ്യത്തെ വീട്ടിലൊരു ശകലം ഇടുമെന്ന് ചെയ്യാൻ. അത് കഴിഞ്ഞ് അപ്പച്ചനൊക്കെ പോയി അപ്പച്ച മുടി വെട്ടിയെന്ന് പറയും, പറയും മുടി തന്നു. എന്നിട്ട് അയാൾ പറയും വെട്ടണമെന്ന് പറയും. പിന്നെ അയാളൊരു വെട്ട കച്ചകഥകാലൊരു വെട്ടാണ്, എന്റെ തല മുട്ടയടിച്ച് ആകപ്പാടെ ഒരു പരുവത്തിലാക്കി തരും. അപ്പോ എന്റെ അപ്പച്ചന്റെ ഇഷ്ടം അനുസരിച്ചാണ് എന്റെ മുടി വെട്ടിയത്. എന്റെ ഇഷ്ടം അനുസരിച്ച് എനിക്ക് മുടി വെട്ടാതെ ഞാൻ 12ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞ അതുവരെ അപ്പച്ചന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ മുടി വെട്ടി. അങ്ങനെ വേണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞത് 2 വയസ്സ് 3 വയസ്സുള്ള പിള്ളേർ പോലും അവരുടെ ഇച്ഛ അനുസരിച്ച കാര്യങ്ങൾ പോകുന്നു. മാതാപിതാക്കളുടെ മൂല്യങ്ങളൊന്നും അനുസരിച്ചല്ല പോകുന്നത്. ഇതൊക്കെ മാറണമെന്നേ. നമ്മളെന്തിനാ നമ്മുടെ പിള്ളേരെ എങ്ങനെ വളർത്തുന്നു? ലോകമാണ് നമ്മുടെ പിള്ളേരെ വളർത്തേണ്ടത്. അല്ല, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഒരു രൂപാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ ഒന്നും അതില്ല, നമ്മുടെ പിള്ളേരിലൊന്നും അതില്ല. അതല്ലേ ഞാനിപ്പോ ഒരു കഥ പറഞ്ഞത്, സംഭവം നടന്നു. 3ന്റെ 2ാം ഭാവം. ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ ഓരോരുത്തരോടും പറയുന്നു. സുബോധമാകും വണ്ണം ഭാവിക്കണം. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് സുബോധമുള്ള ഒരു ജീവിതമാണ്. സുബോധം ആകും വണ്ണം ഭാവിക്കണം. സോബർലി ലൈഫാണ്. ഒരു സൊബ്രൈറ്റി എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. അതെ, സുബോധ ജീവിതമാണ്. തിങ്ക് സോബർലി. എങ്ങനെ ഈ സോബർലി തിങ്ക് ചെയ്യുന്നത്? സുബോധമില്ലാതെ ചിന്തിക്കുന്നതിന് ഓരോ കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നമ്മുടെ എല്ലാവരുടെ ഇടയിലൊക്കെ നടക്കുന്നത് ഓരോ കാര്യങ്ങൾ. സുബോധമുള്ള വല്ലവരും സിഗരറ്റ് വലിക്കും, ഒരു കുഴലെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് തീയും കൊടുത്തിട്ട് വായി വെച്ചിട്ട് മേപ്പെട്ട് പുക വലിച്ച് കഴിക്കുക. സുബോധമുള്ള ചെയ്യാൻ കൊള്ളാവുന്നതാണ്. ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല, എത്ര ചിന്തിച്ചിട്ടും. പക്ഷെ വിദ്യാസമ്പന്നരായ എത്ര ആളുകളാണ് പുകവലിക്കുന്നത്. അതുപോലെ കാശ് കൊടുത്ത് ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് 1/2 ഔൺസ് കുടിച്ചേച്ച് സുബോധമില്ലാതെ ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ റോഡിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു. സുബോധമുള്ളവർക്ക് അത് ചെയ്യാനൊക്കെ, സുബോധമുള്ളവർക്ക് അത് ചെയ്യാനൊക്കെയില്ല. ഇന്നിപ്പോ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും പാട്ട് പാടുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇന്നിപ്പോ ഉള്ള വിശ്വാസികളിൽ എത്ര പേര് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെ അത് വേറെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അവരൊക്കെ പറഞ്ഞ സുബോധമില്ലാത്ത മനുഷ്യരാ. കാരണം എന്താ? എന്തോ കളഞ്ഞേച്ച് എന്തിനു വേണ്ടി അവർ പോയത്? അവരൊന്നും സുബോധമില്ലാത്ത മനുഷ്യരാ. മാനസികരോഗിയാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞത് പറയില്ല അവരോട് ഞാൻ. എങ്കിലും എബ്രായ തോമസ് പറഞ്ഞു, നിങ്ങളാരും സുബോധമില്ലാത്തവരാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. കാരണം സുബോധമുള്ളവർക്കോട് വന്നിട്ടുണ്ട് ദൈവവചനം പഠിക്കാൻ. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ വചനം പഠിക്കാനുള്ള അവസരം കളഞ്ഞേച്ച് എന്ത് ചെയ്യാൻ പോകുന്നത്? പണം ഉണ്ടാക്കാൻ പോയി. സുബോധമുള്ള ഒരു വചനം കളഞ്ഞേച്ച് പണം ഉണ്ടാക്കാൻ പോകും, വചനം കളഞ്ഞേച്ച് പണം ഉണ്ടാക്കാൻ പോകും? പോവില്ല. പണത്തിന് അത്രയും വിലയുണ്ടോ? എന്നെ വിലയാണ്. 2000 രൂപ നോട്ട് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഒരിക്കൽ ഒരു നോട്ട് എടുത്തു മണത്ത് നോക്കി, ഒരു മണവും ഇല്ല സാധനം. പിന്നെ അത് നക്കി നോക്കി, എൻ്റെ അപ്പം അത് ഒരു ടേസ്റ്റും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. ഞാനത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് നോക്കി, 6 മാസം തവിട്ടിരുന്നു, ഒരു പ്രയോജനവും അതുകൊണ്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഒരു കടയിൽ കയറി ഇച്ചിരി സാധനമൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചു, വിറക് മീനും വാങ്ങിച്ചു, അത് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അതിനൊത്തിരി വിലയായി അല്ലേ? അത് സുബോധമുള്ളവന്റെ ചിന്താഗതി ആയതാ. ഈ പണമെന്ന് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. നിങ്ങൾ പറഞ്ഞു ഉപയോഗിക്കാത്ത പണം കൊണ്ട് വല്ല പ്രയോജനമുള്ളൂ? അത് എപ്പോഴെങ്കിലും പ്രയോജനമാകുന്നെങ്കിൽ എപ്പോഴാ? അത് ഉപയോഗിക്കുമ്പോഴാ. ഉപയോഗിക്കാത്തപ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ആളുകളെ മനസ്സിലാക്കിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കാശ് ഇന്ന് രാത്രി തന്നെ ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, തിരിച്ചരിക്കരുത്. പക്ഷെ പണമെന്ന് പറയുന്നത് സർക്കുലേഷനിലായിരിക്കണം. കർത്താവ് തന്നെ അത് പറഞ്ഞില്ലേ? പണം കുഴിച്ചിട്ടതായിരിക്കും ദാസനോട് കർത്താവ് എന്താ പറഞ്ഞത്? നീ എൻ്റെ പണം
ബാങ്കിൽ കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ വന്ന് പലിശ വാങ്ങും. ബാങ്കിൽ എന്താ ചെയ്യുന്നത്? മണി ഈസ് പുട്ട് ഇൻ സർക്കുലേഷൻ. ആവശ്യക്കാർക്ക് വീട് വെക്കാനും, ആവശ്യക്കാർക്ക് പശുവിനെ വാങ്ങാനും, ആവശ്യക്കാർക്ക് പിള്ളേരുടെ ഫീസ് കൊടുക്കാനുമായിട്ട് അത് കൊടുക്കും. സോ ദ മണി ഈസ് പുട്ട് ഇൻ സർക്കുലേഷൻ. പണം എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ വെക്കരുത്. ഒരു പെട്ടിക്കകത്തിട്ട് വെക്കേണ്ടതല്ല, കുടുക്കകത്തിട്ട് വെക്കേണ്ടതല്ല. മണി ഷുഡ് ഓൾവേസ് ബി ഇൻ സർക്കുലേഷൻ. അപ്പോൾ അംഗീകൃത ബാങ്കിൽ കൊണ്ട് പണം ഇടണം. അവരെ ബാങ്കുകാർ എന്ത് ചെയ്യും? ആളുകൾക്ക് കിട്ടും, കാർ വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനോ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനോ വീട് വെക്കാനോ എന്തിനൊക്കെയാണോ അവരത് കൊടുക്കും. നമ്മുടെ പണം കൊണ്ട് അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് പോകുന്നു. ഇതൊന്നും ഇല്ലാതെ ഇതൊരു കുടുക്കകത്തിട്ട് വെച്ചിട്ടിരുന്നാൽ ബുദ്ധിയില്ലാത്ത മനുഷ്യർ അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം സുബോധമില്ലായ്മയുടെ ലക്ഷണമാണ്. യാതൊരു ബോധമില്ല. പിള്ളേർക്ക് ജനിക്കുമ്പോഴേ എന്ത് വാങ്ങിക്കൊടുക്കും? പിഗി ബാങ്ക്. കിട്ടുന്ന തുട്ടോട് കൊണ്ടിടണോ? സ്തോത്രാഴ്ച ഇടാൻ പഠിപ്പിക്കുമോ? കിട്ടുന്ന കാശ് ആദ്യം അവരെ പഠിപ്പിക്കേണ്ടത് ഏറ്റവും ഒന്നാമത് കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കാനാ. ഞാൻ ചോദിച്ചിട്ടുണ്ട് പിള്ളേരുടെ, മോനെ 100 രൂപ മോന് കിട്ടിയ മോൻ എന്ത് ചെയ്യും? അപ്പൊ ചിലർ പറയും, ഞാൻ പോയി ലഡ്ഡു വാങ്ങിച്ചങ്ങ് തിന്നു. അത് അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ ഏറ്റവും ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ലഡ്ഡു വാങ്ങിച്ച് കഴിക്കുന്നുള്ളതാണ്. അത് കുഴപ്പമൊന്നുമില്ല, അത്രയല്ലേ. വേറെ ചില പിള്ളേർ പറഞ്ഞാൽ ഞാൻ കൊണ്ട് ഡാഡിയെ കൊടുക്കും. ശരി, അവർക്ക് അത്രയും സെൻസ് ഉണ്ട്. എന്നാൽ പലരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന് പകുതി സ്തോത്രാഴ്ച ഇടും, പകുതി കാശ് കൊണ്ട് ഞാൻ പിന്നെ എനിക്കൊരു ഷർട്ട് വാങ്ങിക്കും, എന്തെങ്കിലും വാങ്ങിക്കും. കുടുക്കകത്തിരുവെന്ന് പറയുന്നവനെ ഞാൻ നോക്കിയിട്ട് പറയും, നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനം ലോകത്തില്ലെന്ന് പറയും. നിന്നെ കൊണ്ട് കുടുക്ക മാനുഫാക്ചറേഴ്സിനെ ഉൾ പ്രയോജനം, നിന്നെ കൊണ്ടല്ലാതെ കുടുക്കകൾ ഉണ്ടാക്കുന്നവർക്ക് നിന്നെ കൊണ്ട് പ്രയോജനം, നിന്നെ കൊണ്ട് എന്റെ പ്രയോജനം. നാളത്തെ അറിയപ്പെടുന്ന ആവശ്യത്തിന് വേണ്ടി നമുക്ക് പണം മാറ്റി വെക്കാം, അത് ബൈബിൾ വിലക്കുന്നില്ല. നാളത്തെ അറിയപ്പെടുന്ന ആവശ്യം. ദൈവം ഞങ്ങൾക്ക് 5 പിള്ളേരെ തന്നിട്ടുണ്ട്. ഭാര്യ ഗർഭിണിയാണെന്ന് എന്നോട് പറഞ്ഞു, ദൈവം നമ്മളെ വീണ്ടും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ വരാൻ പോകുന്നതായിരിക്കുന്നത് പെൺകൊച്ചാന്നേ അതിനുവേണ്ടി, ആൺകുട്ടിയാണേ അതിനുവേണ്ടി എന്തെങ്കിലും കരുതൽ ഞാൻ ചെയ്യും. കാരണം 256 ദിവസം കഴിയുമ്പം ഒരു ദിവസം പറയും, എനിക്ക് ചെറിയ ഒരു നോക്കൊക്കെ തോന്നുന്നു, ആശുപത്രി പോകാമെന്ന് പറയും, കുറഞ്ഞ ഒരു ബില്ലിങ് തരും, ഒരു നീളമുള്ള ഒരു ബില്ലേ. അന്നേരം ഞാൻ പറയാൻ നോക്കുമോ? അതെ, ബില്ല് എന്തിനാ വരുന്നത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളിവിടെ ആശുപത്രി വന്നാൽ നിങ്ങൾക്കൊരു സേവനമാകട്ടെ എന്ന് വിചാരിച്ചാ പറഞ്ഞാൽ ഒന്നും കൊടുക്കുക, കരുന്നിറക്കുകയില്ല. അവരുടെ പഠിത്തത്തിന് വേണ്ടി കരുതണം, അവരുടെ കല്യാണത്തിന് വേണ്ടി കരുതണം, ഓരോന്നിനും അവന്റെ കഴിവ് പ്രാപ്തി അനുസരിച്ച് കരുതണം. കരുതാത്തവൻ, അതിനെക്കുറിച്ച് പറയുന്നത് വിശ്വാസത്യാഗം ചെയ്തവനേക്കാൾ അവിശ്വാസിയേക്കാൾ കഷ്ടമാണെന്നാ പറയുന്നത്. സ്വന്തക്കാർക്ക് വേണ്ടി സ്വന്തം കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞവനേക്കാൾ കഷ്ടമാണെന്നാ പറയുന്നത്. അവരൊന്നും കൊള്ളുമില്ല. പക്ഷെ അറിയപ്പെടാത്ത ആവശ്യത്തിന് വേണ്ടി എന്തിനാ കരുതുന്നത്? അറിയപ്പെടാത്ത ആവശ്യത്തിന് വേണ്ടി സം റെയിനി ഡേ എന്ന് പറഞ്ഞ് വെറുതെ പണം കൊണ്ട് മുത്തൂറ്റുകാരുടെ ബാങ്കിലിട്ടേക്ക്. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. ഇവിടെ തിരുവല്ല ഒരു ബാങ്ക് ഉണ്ട്, യൂക്കോ ബാങ്ക്. അതിലെ കാഷ്യർ ആയിരുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു, സാറേ 900 കോടി രൂപ അവിടെ കിടപ്പുണ്ട്, ഡെറ്റ് മണിയാന്ന് പറഞ്ഞു ഉടമസ്ഥനിൽ 900 കോടി രൂപ. എന്നുവെച്ചാൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് എടുക്കുമായിരിക്കും. അത് 10-30 വർഷമായിട്ട് ആ അക്കൗണ്ട് പുതുക്കുകയായിട്ട്, അതിന്റെ ഇൻട്രസ്റ്റ് വാങ്ങുകയായിട്ട്, അതിന്റെ ഉടമസ്ഥൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കുകയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ ഡെറ്റ് മണിയായിട്ട് കിടക്കും. ഞാൻ പറഞ്ഞത് സുബോധമില്ലാത്ത ആളുകളല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? സുബോധമില്ലാത്ത ആളുകളാണ്. അപ്പൊ പൗലോസ് പറഞ്ഞ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്നാ പറഞ്ഞേ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഒരു സുബോധ ജീവിതമാണ്. തിങ്ക് സോബർലി, സുബോധമായി ചിന്തിക്കുക. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭാവിക്ക് വേണ്ടിയുള്ളതാണ്, തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്, തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. അതൊന്നും നമുക്ക് രക്ഷപ്പെടാനും നോക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തലമുറകളെ ബാധിക്കുന്ന പ്രവൃത്തികളാണ്. 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. പലരായ നാം ഒരു ശരീരമാണ്, എല്ലാവരും തമ്മിൽ അവയവങ്ങളാണ്. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഐക്യ ജീവിതമാണ്. ഒരൈക്യം. എന്റെ ശരീരം പോലെയാണ് ക്രിസ്ത്യ ജീവിതം. നോക്കിക്കേ, എനിക്ക് കൈയുണ്ട്, കയ്യിൽ തന്നെയുണ്ട് 5 വിരൽ ഇവിടെ, 5 വിരൽ അവിടെ. അങ്ങനെ ഇവിടെ അസ്ഥികളുണ്ട്, ഇവിടെ അസ്ഥികളുണ്ട്, ഒരു ഷോൾഡർ ഉണ്ട്, എന്തെല്ലാം ഭാഗങ്ങൾ ചേർന്നാ പറയാണ്. പലരായ നാം അതുപോലെ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിന്റെ പല അവയവങ്ങൾ പോലെ എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ചേരേണ്ടതുപോലെ എല്ലാവരും ചേരുമ്പോഴേ ഉള്ളൂ. ചിലരുടെ ശരീരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിന്റെ കൊട്ടയ്ക്കകത്തിട്ടിരിക്കുന്നതായിരിക്കുന്ന പിള്ളേർ പഠിച്ച ശേഷം കളയുന്ന അസ്ഥികൾ പോലെ നമ്മൾ കിടപ്പുണ്ട്. ഒരു കൊട്ട അസ്ഥി, കയ്യും കാലും. അതുപോലെ ചില സഭകളും അങ്ങനെയാണ്. ഒന്നിനൊന്നിനോട് യാതൊരു ബന്ധവുമില്ല. എന്റെ വിരലിന് എന്റെ കൈയുമായിട്ടൊരു ജൈവബന്ധമുണ്ട്. ജൈവബന്ധം, ജീവനുള്ള ഒരു ബന്ധമുണ്ട്. എന്റെ ബ്രെയിൻ പറയുന്നതനുസരിച്ച് അത് മൂവോ ചെയ്യോ, ഒടിക്കുവോ, ചൂണ്ടുവോ, മടക്കുവോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബന്ധമുണ്ട്.
അതുപോലെ പൗലോസ് പറഞ്ഞു പലരായ നാം എല്ലാവരും ഒരു ശരീരമാണെന്ന് പറഞ്ഞു. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, അതുപോലെയാണെന്ന് പറഞ്ഞു. വിശ്വാസി എന്ന് പറയുന്ന ഒരു സമൂഹം, അതാ സഭയെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോ എൻ്റെ ഈ വലതേ കൈക്ക് ഞാൻ ഈ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന ഒരു ചിന്ത വേണ്ടേ? എന്റെ കാലിൽ ഒരു കല്ല് കൊണ്ടാ, ഒരു മുള്ളു കൊണ്ടാൽ ഉടനെ എന്താ ചെയ്യുന്നത്? ഒന്നും പറയാതെ ചിന്തിക്കാതെ പെട്ടെന്നൊരു മുള്ളു കൊണ്ട് പെട്ടെന്ന് കാലി ചെയ്യുന്നത്. എന്റെ കൈയോട് ആര് പറഞ്ഞു? അവിടെ ഒരു മീറ്റിംഗ് നടന്നു, ശരീരത്തിന്റെ അവയവങ്ങളെ വിളിച്ചു കൂട്ടി കാലിൽ ഒരു മുള്ളു കൊണ്ടിട്ടുണ്ട്, അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്നിട്ട് എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. കണ്ണു പറഞ്ഞ് ഞാൻ നോക്കി തരാമെന്ന് പറഞ്ഞു, ചെവി പറഞ്ഞ് ശബ്ദം വല്ലതും ഉണ്ടെന്ന് ഞാൻ കേട്ടു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും ചെയ്താന്നോ? അല്ല. ഒന്നും പറയാൻ നിമിഷം കൊണ്ട് തന്നെ എന്റെ കരം അവിടെ ചെന്ന് സ്പർശിച്ചു നോക്കി, മുള്ളിനെ വലിച്ചെടുത്തു. അതാ ശരീരം എന്ന് പറയുന്നത്. ജൈവബന്ധം എന്ന് പറയും, ജീവനുള്ള ബന്ധമാണ്. ഒരു പാവയുടെ കാലിൽ ഒരു മുള്ളു കയറ്റി നോക്കിക്കേ, പാവയുടെ കൈ വന്ന മുള്ളെടുക്കുമോ? ചില സഭകള് പാവയാണ്, കണ്ടാൽ നല്ല ഒന്നാം തരം, പക്ഷെ ജൈവബന്ധമില്ല. ഒരാളുടെ കാലെ മുള്ളുകൊണ്ടാൽ വേറെ ആർക്കും വേദനിക്കത്തില്ല. എന്റെ കാലെ മുള്ളുകൊണ്ടാൽ വേദനിക്കുന്ന കാലിനാണോ എനിക്കാണ്? ഡോക്ടർ എങ്കിലും എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. ഡോക്ടറെ, എനിക്ക് കുറച്ച് ദിവസമായിട്ടൊരു വല്ലാത്ത വേദന. എവിടെയാണോ വേദന? എൻ്റെ കാലിൻ്റെ ഇവിടെ. എനിക്ക് എന്നാ വേണേ പറയാൻ, ഡോക്ടറെ എനിക്കൊരു വേദനയില്ല, ഒരു പ്രശ്നവുമില്ല, എൻ്റെ മുട്ടിന് വേദന ഉണ്ടെന്നാ പറയുന്നത്. അതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാനായ പറഞ്ഞു. നിങ്ങൾക്ക് വേദനയില്ലോ? ഇല്ല, എനിക്ക് വേദനയൊന്നുമില്ല. എന്നാ പോക്കോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് വേദനയില്ലാതെ മുട്ടിന് മാത്രമോ വേദന വരുന്നെങ്കിൽ പ്രശ്നം അത് പരിഹരിക്കേണ്ട പ്രശ്നമല്ല. എന്റെ മുട്ടിനുണ്ടായ വേദന എന്റെ വേദനയാകണം. അതുപോലെയാണ് സഭാ ശരീരം എന്ന് പറയുന്ന ശരീരം എന്ന് പറഞ്ഞാണ്. പലരായ നാം ഒരു ശരീരമാണ്. ഈ പലരായ നാം ഒരു ശരീരമാണെന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഫീലിംഗ് ഓഫ് വൺനെസ് ഉണ്ടല്ലോ, ഐക്യതയുടെ ഒരു ഭാവം, പലരാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചോദിച്ചാൽ ഓരോ പേരല്ലേ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞാൽ വേറെയാ, വീട്ടുപേര് പറഞ്ഞാൽ വേറെയാ, പ്രായം പറഞ്ഞാൽ വേറെയാ. പക്ഷെ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഒന്നാണ്. കൈക്കും അങ്ങനെ പറഞ്ഞ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് തള്ളവരലാന്ന് പറയും, ഇത് ചൂണ്ടുവരലാന്ന് പറയും, ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. ഇത് കയ്യാന്ന് പറയും, ഇത് തോളാന്ന് പറയും, ഇത് കാലാന്ന് പറയും. പക്ഷേ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഞാനാകുന്നത്. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ, സഭയിൽ നമ്മൾ തനതായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു ശരീരമല്ലാതെയായി തീരുകയാണ്. എൻ്റെ കൈക്ക് വേണ്ടി മാത്രം ചിന്തിക്കുമ്പോൾ, എൻ്റെ കണ്ണിന് വേണ്ടി മാത്രം ചിന്തിക്കുമ്പോൾ, എൻ്റെ കാലിന് വേണ്ടി മാത്രം ചിന്തിക്കുമ്പോൾ ഞാനല്ലാതായി തീരുകയാണ്. ഞാനാകണമെങ്കിൽ എൻ്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നായിട്ട് ചിന്തിക്കണം. കണ്ണിന്റെ പ്രശ്നവും എൻ്റെ പ്രശ്നമാണ്, കാലിന്റെ പ്രശ്നവും എൻ്റെ പ്രശ്നമാണ്, അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കണമെന്നാ പൗലോസ്. ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജീവിതമാണ്. ആ ജീവിതം പലയിടത്തുമില്ല. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുക. ചില വീടുകളിലെ പിള്ളേരെ അങ്ങനെ ചെറുപ്പത്തിലേ വളർത്തും. നിനക്ക് എന്ത് കിട്ടും? അവർ പറയും, എന്നോട് ആൾ പറഞ്ഞു, ഞാൻ വളർന്നു വന്നപ്പോൾ അയാൾ വന്ന് വളർന്നപ്പോൾ പഠിപ്പിച്ചത്, അനിയനായാലും ചേട്ടനായാലും ഒന്ന് പുറമനിയാ ഒന്ന് പുറം ചൊറിഞ്ഞു തരാൻ പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. 10 പൈസ തരാം എന്നാ ചൊറിഞ്ഞു തരാം. ചുമ്മാ ഒന്ന് ചൊറിയും. അവർ പറഞ്ഞു, അങ്ങനെ ഇത്രയും സ്വാർത്ഥതയുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ അദ്ദേഹമായിരുന്നു അവിടെ സഭയിൽ കഞ്ഞി വെക്കേണ്ടത്. അങ്ങനെ ചേട്ടനെടുത്താണ്. അദ്ദേഹം കഞ്ഞി വെക്കണം, അദ്ദേഹം കഞ്ഞി വെച്ചു. അടുത്ത ആഴ്ച വേറൊരു സഹോദരനെ കഞ്ഞി വെക്കേണ്ടത്. ആ സഹോദരനെ അന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ഭാര്യയും കൊണ്ട്. അപ്പോൾ ഈ സഹോദരനെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, ഞാൻ ആശുപത്രിയിൽ പോവാ, ഞായറാഴ്ച ഞാൻ അവിടെ ഇല്ല, ഞാൻ എൻ്റെ തവണയാണ് കഞ്ഞി വെക്കേണ്ടത്, ബ്രദർ എനിക്ക് വേണ്ടി കഞ്ഞി വെക്കുമോ? ഞാൻ അരിയെല്ലാം വാങ്ങിച്ച് എൻ്റെ സ്ഥലത്ത് കൊടുത്തേക്കാം, അരി സാധനങ്ങളും എല്ലാം പയറും എല്ലാം വാങ്ങിച്ചു കൊടുത്തേക്കാം, ബ്രദർ അതൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞു. ഇയാൾ യേസ് ഒന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ല. അത് കേട്ടു. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും കഞ്ഞി വെക്കാൻ വന്നപ്പോൾ കഞ്ഞി ഈ സഹോദരൻ ആശുപത്രിയിൽ നിന്ന് വന്നത്. അവരോട് ചോദിച്ചു പറഞ്ഞു, ഞാൻ ആ സഹോദരനോട് പറഞ്ഞായിരുന്നു. അപ്പോ അതുകൊണ്ട് വലിയ ഇഷ്യൂ ആയി. അന്നവിടെ കഞ്ഞി കൂടിയില്ല. പിന്നെ ആരോ ചെന്ന് ബ്രെഡ് വാങ്ങിച്ചിട്ട് വന്ന് എല്ലാവർക്കും ബ്രെഡ് കൊടുത്തു. അപ്പൊ ഞാൻ ഈ കേസിന്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരൻ എന്താ അങ്ങനെ ചെയ്തത്? ഞാൻ കഞ്ഞി വെച്ചാലും എനിക്കൊരു പ്ലേറ്റ് കഞ്ഞി കിട്ടും, ഞാൻ വെച്ചില്ലെങ്കിലും എനിക്കൊരു പ്ലേറ്റ് കഞ്ഞി കിട്ടും, പിന്നെ ഞാൻ ഇതിന് കഞ്ഞി ഉണ്ടാക്കും. അല്ല, ഇവൻ പറയേണ്ടതല്ലേ, ബ്രദറെ നിങ്ങൾക്ക് ഞാൻ 2 പ്ലേറ്റ് കഞ്ഞി തരാമെന്ന്. അപ്പൊ ഈ ഒരു പ്ലേറ്റ് കഞ്ഞിക്ക് വേണ്ടിയാണ് എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചുള്ളൂ അങ്ങനെയാന്ന് പറഞ്ഞു. ഫ്രീ സർവീസ് ആർക്കും ഇല്ല, സഭയിലുമില്ല, വീട്ടിലുമില്ല, സഹോദരന്മാർക്കുമില്ല, അപ്പനുമില്ല, അമ്മയ്ക്ക് പോലും ഇല്ല. ഫ്രീ സർവീസ് ഒന്നുമില്ല. നിനക്ക് പ്രയോജനമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി. അപ്പൊ സഹോദരൻ കഞ്ഞി വെക്കണമെന്ന് പറഞ്ഞു, കാര്യം പ്രതിഫലമായിട്ട് എന്ത് തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കഞ്ഞി വെച്ചു. അതൊരു സഭയാന്ന് പറയാൻ നോക്കുമോ? പലരായ നാം ഒരു ശരീരമാണെന്ന് പറയാൻ നോക്കുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ചെയ്തില്ലെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇവരൊക്കെ കഞ്ഞി വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്നെ കിട്ടാൻ. ഇവിടെയൊക്കെ സഹോദരന്മാരൊക്കെ വരുന്ന കാണാൻ, ശനിയാഴ്ച വൈകിട്ട് ഉച്ചക്കൊക്കെ വന്നിട്ട് ഈ മീറ്റോ എല്ലാം തുടിച്ച് ഇവിടെ വലിയൊരു മുറ്റമായി, ഇതെല്ലാം തുടച്ച് ഇതും തുടച്ച്
ഈ വയ്യായെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്, അതിനൊക്കെ ആരോഗ്യമുള്ളവരില്ലേ? പക്ഷെ അവർക്ക് ഞാൻ ഈ ശരീരത്തിന്റെ ഭാഗമാണെന്നുള്ളതായിരിക്കുന്ന ചിന്തയുള്ളത് കൊണ്ട് അവരത് ചെയ്യുന്നത്. പൗലോസ് പറഞ്ഞ അതാന്ന് പറഞ്ഞ് ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഫീലിംഗ് എ വൺനെസ്, മറ്റേ ശരീരത്തിന്റെ ഭാഗമാണ് ഞാൻ എന്നുള്ളതായിരിക്കുന്ന ഒരു ഫീലിംഗ്, അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഫീലിംഗ് ആണ് കേട്ടോ. ഒരു വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. ആ ഐക്യ ജീവിതം എന്ന് പറയുന്നത്, പലരായ നാം ഒരു ശരീരവും, വി ബീങ് മെനി ആർ വൺ ബോഡി, വി ബീങ് മെനി ആർ വൺ ബോഡി. അപ്പോ ഒരു ശരീരത്തിന്റെ സഭയുടെ ഭാഗങ്ങൾ ഒരു വീട്ടിലായാലും അങ്ങനെയാണ്. വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഒരു കുടുംബമാണ്. എനിക്ക് അങ്ങനെയുള്ള കുടുംബങ്ങളെ ഇഷ്ടമാണ്. ഏട്ടനും അനിയനും പെങ്ങളും അളിയനും അനന്തരവരും എല്ലാവരും ചേർന്ന് ആ വീട്ടിലെ ഒരു കുടുംബത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതാണ്. ചിലയിടത്തൊന്നും അങ്ങനെ കുടുംബകാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. കുടുംബത്തിലെ സ്വന്തപ്പെട്ട അംഗങ്ങൾ തമ്മിൽ യാതൊരു സ്നേഹവുമില്ല, ഒന്നുമില്ലാത്ത ആളുകളാണ്. എന്തിനങ്ങനെ ജീവിക്കുന്നു? 12-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. 6-ാമത് മതി എന്താ പറയുന്നത്? ശരീരത്തിൽ പല അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓരോ അവയവത്തിനും വേറെ വേറെ ഫംഗ്ഷനാണ്. പക്ഷെ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എന്റെ ശരീരത്തിൽ എങ്ങനെയാ? എന്റെ കണ്ണെന്താ കാണുന്നത്? കണ്ണുകൊണ്ട് കാണുകയല്ലേ, ചെവി കൊണ്ട് കേൾക്കുകയല്ലേ. പക്ഷെ ഏതെങ്കിലും സമയത്ത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കേൾക്കണമെന്ന് തോന്നിയാൽ, എന്റെ ചെവി കൊണ്ട് കാണണമെന്ന് തോന്നിയാൽ, ഞാനൊരു മാനസിക രോഗി അല്ലേ? ഇപ്പൊ പൗലോസ് പറയുന്നത് എന്താണ്? പ്രസംഗിക്കുന്നവൻ എങ്ങനെ പ്രസംഗിക്കണം, ശുശ്രൂഷിക്കുന്നവൻ എങ്ങനെ ശുശ്രൂഷിക്കണം, ഓരോ ശുശ്രൂഷയും എന്ന് പറഞ്ഞാൽ ഈ വ്യതിരിക്തത ഏകതയാണ്. പലരായ നാം ഒന്നാണെന്ന് പറയുമ്പോൾ തന്നെ പലരായ നാം പല ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ശുശ്രൂഷകൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സഭ ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ക്രിസ്തീയ എന്ന് പറഞ്ഞാൽ അങ്ങനെ. വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൊച്ചേ ഉള്ളതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഒരു കുട്ടി മാത്രമുള്ളവർക്ക് എങ്ങനെ ഇത് മനസ്സിലാകുന്നു? ഒരു കൊച്ചേ ഉള്ളൂ, കൊച്ചൊന്നും ചെയ്യുന്നുമില്ല, അപ്പനും അമ്മയും എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അതിൻ്റെ ആകെയുള്ള ജോലി വേണം വേണ്ട എന്ന് പറയുക, അല്ലേ തിന്നുക കുടിക്കുക, ഇതൊക്കെ ഉള്ളല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ വളർന്നപ്പോൾ വീട്ടിൽ അധികം പേരൊന്നുമില്ല, 3 മക്കളെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെയ്യേണ്ട ജോലിയൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ അനിയന് ചെയ്യേണ്ട ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ 6-7 പശുക്കളുണ്ടായിരുന്നു. എൻ്റെ ജോലിയായിരുന്നു എൻ്റെ പുല്ല് ഇടുന്നത്. ഭയങ്കര ജോലിയായിരുന്നു കേട്ടോ. സ്കൂളും കോളേജും വിട്ടു വന്നിട്ട് 7 പശുക്കൾക്ക് ഒരു 24 മണിക്കൂർ, അടുത്ത 12 മണിക്കൂറത്തേക്ക് തിന്നാനുള്ള പുല്ലെല്ലാം വെട്ടിയെടുക്കുന്നത് ഭയങ്കര ജോലി. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യണം. എൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, അമ്മയുടെ ജോലി ചെയ്യണം. അപ്പന് ജോലി ഉണ്ടായിരുന്നു, അപ്പൻ്റെ ജോലി ചെയ്യണം. അനിയന് ജോലി ഉണ്ടായിരുന്നു, പെങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു. അവൾ രാവിലെ ചൂലെടുത്ത് മുറ്റവല അടിക്കണം. മുറ്റം പഠിക്കാൻ പ്രായമായപ്പോൾ തുടങ്ങി ഞങ്ങൾ മുറ്റം മുഴുവൻ അടിക്കണം. എൻ്റെ അമ്മ രാവിലെ തൊഴുത്തിൽ കയറുന്ന കാണാം. 6-7 പശുക്കളുണ്ട്, 3-4 പശുക്കളെ കറക്കാൻ കാണും. തൊഴുത്തിൽ കയറി തൊഴുത്തടിച്ച് പശുവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച് അകലെല്ലാം കഴുകി അവിടെ പോയിരുന്ന് കറന്നുകൊണ്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പാലും ഞങ്ങൾക്ക് കാപ്പിയും ചായയും ഒക്കെ തരാൻ. ഭയങ്കര ജോലിയാണ്. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് എൻ്റെ അമ്മയെ കുറിച്ചിട്ട്. അടിമയെ പോലെ പണി ചെയ്യാൻ തോന്നി. പക്ഷെ അമ്മയുടെ പണി ചെയ്യുമായിരുന്നു. എന്തിന് ഞങ്ങളുടെ കോഴികൾക്ക് പോലെ ജോലിയുണ്ട്. രാവിലെ 2 മണിയാകുമ്പം 3 കോഴിയുണ്ട്, 3 മണിയാകുമ്പോൾ 3 കോഴിയുണ്ട്, 4 മണിയാകുമ്പോൾ 3. എല്ലാം അതിന്റെ ജോലി ചെയ്യണം. ജോലി ചെയ്യാതെ ഒക്കുകയില്ല. ഇപ്പൊ സഭകളിലും അങ്ങനെയാ. ചില ആളുകൾ ബൈബിൾ എടുക്കുകയില്ല. അവരെ 10 മണിയാകുമ്പോൾ ചെറിയ വന്നവിടെ കയറി അങ്ങനെ. അപ്പൊ നീ എന്തിനാ വന്നത്? അവര് സഭാംഗമാണെന്ന് പിന്നെ അറിയുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ആരെങ്കിലും ചാകുമ്പോഴാണ്. അവരും പറയാം, ചേച്ചി അടക്കം വേണം, നിങ്ങളുടെ ജോലി അടക്കേണ്ടത്. അന്നോ സഭയുടെ ജോലി അടക്കുക എന്നുള്ളതാണ്. സഭയുടെ ജോലി മാത്രമൊന്നുമല്ല. കഴിഞ്ഞ ഈ മാസത്തിൽ ഞാൻ 5-6 പേരെ അടക്കി. എന്നേക്കാൾ പ്രായം കുറഞ്ഞവരായിരുന്നു എല്ലാവരും. 6 ശവസംസ്കാരത്തിന് പോകേണ്ടി വന്നു. ആ ശവസംസ്കാരം ഒക്കെ നടത്തിയത് സഭക്കാരാണ്. എല്ലാ വീട്ടുകാരല്ല, സഭക്കാരാണ് നടത്തിയത്. നല്ല കാര്യം. അവർക്കെല്ലാം തോന്നി ഈ മരിച്ച ആൾ അവരുടെ ഒരു അംഗമാണ്. പക്ഷെ അങ്ങനെ തോന്നാൻ കാര്യമെന്ന് പറഞ്ഞാൽ അവരെ സഭയുള്ളതായിരിക്കുന്ന അവരുടെ ബന്ധം അങ്ങനെയായിരുന്നു. ചത്ത് കഴിഞ്ഞിട്ട് അറിയിക്കാൻ വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആളാന്നാ പറയുന്നത്, വേണമെങ്കിൽ വന്ന് അടക്കിക്കോണം എന്ന് പറഞ്ഞാൽ ശരിയാവും. സഭയെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ചെയ്യേണ്ട. പ്രബോധിപ്പിക്കുന്നവൻ പ്രബോധനത്തിലും, ഉപദേശത്തിലും, ശുശ്രൂഷിക്കുന്നവൻ ദാനം ചെയ്യുന്നവരും എല്ലാത്തിലും ഓരോ വ്യക്തിക്കും ഓരോരോ ജോലിയാണ്. പക്ഷേ ഈ എല്ലാ ജോലിയും കോംപ്ലിമെന്ററി എന്ന് പറയും. കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. അന്യോന്യം കോംപ്ലിമെന്റ് ചെയ്യണം, എങ്കിലും ഒരു സഭ മുന്നോട്ട് പോകുന്നു. ഒന്നും ചെയ്യാതെ വന്നിരിക്കുന്നവരുണ്ട്, വിമർശിക്കാൻ മാത്രം വരുന്നവരുണ്ട് സഭയിൽ, പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം വരുന്നവരുണ്ട് സഭയിൽ. അങ്ങനെയുള്ളവരുണ്ട് സഭയിൽ. അവരെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകും.
അത് നമ്മുടെ വിശാലത എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല. ഇപ്പൊ പൗലോസ് പറഞ്ഞു, പലരായ നാം ഒരു ശരീരമാണ്, എന്നാൽ തന്നെ ഓർക്കണം പലരായ നമുക്ക് പല ജോലികളാണ്. ആ ഓരോ ജോലി ചെയ്യുമ്പോഴും ഓർക്കണം, ഇത് എനിക്ക് വേണ്ടി തന്നെയല്ല. എന്റെ കണ്ണൊരിക്കലും കണ്ണിന് വേണ്ടി കാണുന്നില്ല. കണ്ണ് കാണുന്നത് ആർക്ക് വേണ്ടിയാണ്? എന്റെ മൊത്ത ശരീരത്തിന് വേണ്ടിയാണ്. എന്റെ കണ്ണിന് വേണ്ടിയാണോ കാണുന്നത്? റോഡിൽ നടക്കുമ്പോൾ വണ്ടി വരുന്നു, എന്റെ കണ്ണ് കണ്ടു പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്റെ കണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയാ കണ്ണ് കണ്ടെന്ന് പറഞ്ഞാൽ അല്ല, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. അതുപോലെ പെട്ടെന്ന് നമുക്ക് വണ്ടിയാണ്, പെട്ടെന്ന് മാറി. എന്റെ ചെവി കേട്ടത് ചെവിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഓരോ വിശ്വാസിയും തോന്നണം. ഒരു വീട്ടിലായാലും അങ്ങനെ തന്നെ തോന്നും. ഒരു വീട്ടിലായാലും അങ്ങനെ തോന്നും. ഇന്ന് ഒരുപാട് വീടുകളിൽ പ്രായമുള്ള ആളുകളുണ്ട്, അപ്പച്ചന്മാരും അമ്മച്ചവരും, ആരും തിരിഞ്ഞു നോക്കാതെ. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവര് മക്കളെ വളർത്തിയത് തെറ്റായ നിലയിലാണ്. അപ്പനും അമ്മയും ചെറുപ്പമായിരിക്കുമ്പോൾ അവരുടെ ആവശ്യം ഉണ്ടായിരുന്നു കളിക്കാനും അവർക്ക് വീശു കൊടുക്കാനും ഒക്കെ. അവർ പോയി ജോലിയൊക്കെ ഇട്ട് അവർക്ക് ഇനി അപ്പനും അമ്മയൊന്നും വേണ്ട. അത് അധികം പറ്റാം. അങ്ങനെയല്ല, ദൈവത്തിന്റെ പ്രമാണം അതല്ല. പൗലോസ് കാര്യം വളരെ കറക്റ്റായിട്ട് പറയും, വളരെ കറക്റ്റായിട്ട് പറയും. 7-ാമത് 9-ാമത്തെ വാക്യം വായിക്കാം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, അല്ലേ? അഫെക്ഷൻ എന്ന് പറയുന്നത് നിർവ്യാജം, അത് വ്യാജമായിരിക്കരുത്, അത് പ്രിറ്റൻഡിങ് ആയിരിക്കരുത്, അത് ഫേക്ക് ആയിരിക്കരുത്. ഫേക്ക് സ്നേഹം കാണിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവർ സ്നേഹിക്കുന്നവരല്ല ഇപ്പോഴും. സ്നേഹിക്കുന്നവരെ സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല, അത് മറ്റുള്ളവർ മനസ്സിലാക്കിക്കോളും. സ്നേഹം കാണിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവര് വ്യാജന്മാർ. ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് പറയണം, മോനെ എനിക്ക് നിന്നോട് സ്നേഹമോടോ, നിന്നോട് സ്നേഹമെന്ന് പറയണോ? കുഞ്ഞു വന്ന് പറയാം അമ്മയോട് സ്നേഹമാണ്, കാരണം കുഞ്ഞിനങ്ങനെയൊക്കെ അത് പ്രകടിപ്പിക്കാൻ നോക്കും. പക്ഷെ അമ്മയ്ക്ക് അത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഗ്രേസിനോട് എന്നും പറയാണ്, ഗ്രേസ് ഞാൻ നിന്റെ ഭർത്താവാകട്ടോ, ഞാൻ നിന്റെ ഭർത്താവാകട്ടെ. എന്താ പ്രശ്നം ഉണ്ടാവും കുടുംബജീവിതത്തിലല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഗ്രേസ് മക്കളെങ്ങനെ പറയുന്നില്ല. ഗ്രേസ് ചോദിക്കുക എന്താ അതേക്കുറിച്ച് സംശയം, എന്താ പറ്റുന്ന പറയാൻ കാര്യം. യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. ദാറ്റ് അഫെക്ഷൻ ഈസ് നാച്ചുറൽ. നമ്മളത് വാക്കുകളിൽ കൂടെ പ്രകടമാക്കേണ്ടതായിരിക്കും ചില സന്ദർഭങ്ങൾ വന്നേക്കാം. ദർ എക്സെപ്ഷൻസ്. സ്നേഹം പ്രവൃത്തിയിലൂടെയാണ്. യോഹന്നാൻ പറഞ്ഞില്ലേ, പ്രിയ മക്കളെ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിൽ സ്നേഹിക്കും. സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിക്കും. ചില മക്കളെങ്ങനെ സ്വത്തൊക്കെ വായിക്കുന്നതിന് മുമ്പൊക്കെ വന്ന് അപ്പച്ചൻ്റെ കേക്ക് വാങ്ങിച്ചെന്നെ കൊടുക്കുന്നു, ഐസ്ക്രീം വാങ്ങിച്ചെന്നെ കൊടുക്കുന്നു, മുട്ടായി വാങ്ങിച്ചെന്നെ കൊടുക്കുന്നു, അല്ലേ? മറ്റേ മക്കളും ഇല്ല, ചെയ്യാത്ത ചില പ്രത്യേകത, ഒരിക്കലും ചെയ്യാത്ത ചില പ്രത്യേകതകളൊക്കെ ചെയ്യുന്നു. സുബോധമുള്ള അപ്പച്ചനെ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. മോനെ നിനക്കെന്നോട് പ്രത്യേകിച്ചൊരു സ്നേഹം ഇപ്പൊ വരാൻ കാരണം എന്താടാ? ഏതായാലും എനിക്ക് സന്തോഷമോ, നീ എന്നെ സ്നേഹിക്കുന്നു, ഇല്ലേ? സ്നേഹമൊക്കെ പെട്ടെന്ന് മാറും. അവൻ ആഗ്രഹിച്ച വീതം കിട്ടിയില്ലെങ്കിൽ ഉടനെ ഓരോ അപ്പന്മാരൊക്കെ വീതം വെക്കും അനുഭവിക്കുന്ന വിഷമം എന്ന് പറഞ്ഞു. എന്നോടൊരപ്പച്ചൻ പറഞ്ഞു, മോനെ 5 മക്കളുണ്ട്, എന്ത് ചെയ്യാൻ? 5-6 ഏക്കർ സ്ഥലവുമുണ്ട്. അതിൽ മൂത്തൊരുത്തനുണ്ട്, അവനെ റോഡ് സൈഡ് നേടി ഒരു അര കിലോമീറ്റർ 500 മീറ്റർ നീളത്തിൽ നെടിയ റോഡ് സൈഡുണ്ട്, ബാക്കിയെല്ലാം പുറകോട്ടാണ്. മൂത്തവൻ പറഞ്ഞു, ഈ റോഡ് സൈഡിലെ വസ്തു മുഴുവൻ എനിക്ക് വേണം, അനിയന്മാർക്കെല്ലാം പുറകോട്ട് കൊടുത്തോളാം. അനിയന്മാർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും റോഡ് സൈഡ് വീട് വെക്കാനാ, അത് മുഴുവൻ ചേട്ടൻ കൊടുക്കേണ്ട കാര്യമില്ല. ചേട്ടന് കൊടുക്കുക, ഒരു 100 അടി വീതി ചേട്ടന് കൊടുക്കുക, പിന്നെ അടുത്ത 100 അടി ഇങ്ങനെ വയ്ക്കുക. എന്താ മോനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ അത് 6 മക്കൾക്ക് 6ആയിട്ട് വീതം ഈക്വൽ ഡിസ്റ്റൻസിൽ അങ്ങ് വീതം പുറമോട്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ABCD 1 2 3 4 5 6 എന്ന് നമ്പർ എഴുതിയിടാൻ പറഞ്ഞു. എന്നിട്ട് 6 നമ്പർ എഴുതിയിട്ടിട്ട് ഓരോ മക്കളോടും വന്നിട്ട് ആ നമ്പർ, ഓരോ വസ്തുവിനും ഓരോ നമ്പർ വെച്ചിട്ടുണ്ട്. 1 എടുക്കുന്നതിന് 1-ാമത്തെ പ്ലോട്ട്, 2 എടുക്കുന്നതിന് 2-ാമത്തെ പ്ലോട്ട്. പറഞ്ഞു കൊലപാതകം നടക്കുമെന്ന് പറഞ്ഞു ഇവിടെ. ഏതായാലും കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോ അനിയൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഏതായാലും മിടുക്കനായിരുന്നു പറഞ്ഞു, നല്ല തേക്കറി കൊണ്ട് പണിതൊരു വീടാന്ന് പറഞ്ഞു, അനിയന്മാരാരും അറിയാതെ ആ വീട് പൊളിച്ച് വിറ്റെന്ന് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോ തറവാട് പറഞ്ഞു. അപ്പൊ ഈ ചേട്ടൻ എന്ന നിലയിൽ ഇവരെ അനിയന്മാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഇത് നിർവ്യാജമല്ലത്, വ്യാജ സ്നേഹമാണ്. യൂദായിക്ക് കർത്താവിനോടുള്ളത് വ്യാജ സ്നേഹമായിരുന്നു. അവന് ചോദിച്ചു, ഗുരുവോ ഞാനോ 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 എന്ന് ചോദിച്ചു. ചില വിശ്വാസികളൊക്കെ ഇങ്ങനെ വ്യാജ സ്നേഹം. യൂദാ കെട്ടിപ്പിടി ചുമ്മനോ കൊടുത്തില്ലേ? ചുമ്മനത്തിനും എല്ലാം അർത്ഥം ഉണ്ടായിരുന്നു, ഒറ്റിക്കൊടുക്കേണ്ട ചുമ്മനും ഉണ്ടായിരുന്നു. നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം, അതിൽ യാതൊരു മാലിന്യവും ഈ കേശവൻ ആരോ ഉണ്ടല്ലോ കാണിക്കുന്ന സ്നേഹം മാലിന്യമുള്ള സ്നേഹമാണെന്നൊരു പാട്ടൊക്കെ പാടിയത്, അതിൽ മാലിന്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട്. മായമില്ലാത്ത സ്നേഹം. ഐ ലവ് യു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. അമേരിക്കക്കാരെന്നും പറയും, ഭർത്താക്കന്മാർ ഭാര്യയോട് 5 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പറയും. പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്നേഹിക്കുന്നില്ലെന്ന്. അത് അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ അങ്ങനെയാണ്.
കാരണം ഏത് നിമിഷവും സ്നേഹം വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു മനുഷ്യനെ തന്റെ ഭാര്യ പ്രസവത്തിന് ആശുപത്രി കൊണ്ടിട്ടു. അങ്ങനെ കൊണ്ടിട്ടു, ഒരു ഹിപ്പിയ കൊണ്ടിട്ടു. അങ്ങനെ അവനൊരു കൂട്ടിക്കിടക്കുന്ന സിംഹത്തെ പോലെ ഇങ്ങനെ ആ വരാന്തയെ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അവൻ പറയാണ്, ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ബോയ്. ഏതാ അവന്റെ ഭാര്യ പ്രസവിക്കുന്ന ഒരു ആൺകുട്ടി ആയിരിക്കും എന്ന് അവൻ പറഞ്ഞു. ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ബോയ്. അവിടെ ഇരുന്ന് ഒരു അപ്പച്ചൻ പറഞ്ഞു, മോനെ നീ കൂടെ പറയുന്നത് നന്നായി, ഞാൻ നീ ഒരു പെണ്ണാന്ന് വിചാരിച്ചായിരുന്നത്. മുടിയൊക്കെ നീട്ടി. അപ്പൊ ഇറ്റ്സ് എ ബോയ്, ഇറ്റ്സ് എ ബോയ് എന്നവൻ പറഞ്ഞപ്പോഴേ എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ നമ്മുടെ സ്നേഹം കാണിക്കാൻ ഇറ്റ്സ് എ ലവ്, ഇറ്റ്സ് എ ലവ്, ഇറ്റ്സ് എ ലവ്. എന്ത് ലവ്? ഇപ്പോഴത്തെ ആമ്പിള്ളാരുടെ ലവ് പോലെ. എനിക്ക് നിന്നെ കൂടെ ജീവിക്കാൻ ഒക്കുകയില്ല, എനിക്ക് നിന്നെ കല്യാണം കഴിയും, എന്നാൽ ഞാൻ ആസിഡ് ഒഴിച്ച് നിന്നെ കൊന്നുകളി. എന്തൊരു സ്നേഹമാണെന്ന് വിചാരിച്ചു. ഞാൻ നിനക്ക് വേണ്ടി ചാകാമെന്ന് പറഞ്ഞു നടന്ന് അവള് കല്യാണത്തിന് ഒക്കുകയില്ലെന്ന് പറയുമ്പോൾ എന്താണ് കത്തിയെടുത്തൊരു കുത്ത. അയ്യോ, അവന്റെ സ്നേഹം. അങ്ങനെയല്ലേ ഇപ്പൊ നടക്കുന്നത്? ഈ പാവപ്പെട്ട പെൺപിള്ളേരൊക്കെ എന്താ മനസ്സിലാക്കാത്തത് വിചാരിക്കും. എന്താ മനസ്സിലാക്കാത്തത്? യഥാർത്ഥ സ്നേഹം അങ്ങനെയുള്ള സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം സ്നേഹിക്കുന്ന ആളെ കൊല്ലുമോ? സ്നേഹിക്കുന്ന ആളിന് വേണ്ടി മരിക്കുന്ന സ്നേഹമാണ്. ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന പരവൃത്തം പുറകെ നടന്നു. അവൾ അവനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, നിന്റെ അമ്മയുടെ ഹൃദയം എടുത്തുകൊണ്ട് തരാമെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അവൻ ഓടിച്ചെന്ന് അമ്മയെ കുത്തിക്കൊന്ന് അമ്മയുടെ ഹൃദയം എടുത്തുകൊണ്ട് വന്നു. അവനിങ്ങനെ ഹൃദയം എടുത്തുകൊണ്ട് അവളുടെ അടുക്കിലേക്ക് ഓടുമ്പോൾ ഇവൻ കാല് തട്ടി വീണു. അപ്പൊ ഹൃദയം അവന്റെ കയ്യിൽ താഴെ വീണു. ഉടനെ ആ ഹൃദയം ചോദിക്കുന്നു, മോനെ നിനക്ക് വല്ലതും പറ്റിയോടാ? യഥാർത്ഥമായ സ്നേഹം എന്തെന്ന് അനുഭവിക്കുന്നവർക്ക് അറിയാം. അപ്പൊ പൗലോസ് പറഞ്ഞു, നിങ്ങൾ സ്നേഹം നിർവ്യാജമായിരിക്കണം, വെറുതെ ഷോ ആയിരിക്കരുതെന്ന് പറഞ്ഞു. ഇറ്റ് നോട്ട് ബി എ ഷോ. പ്ലാസ്റ്റിക് ചിരിയൊക്കെ ഫിറ്റ് ചെയ്തേ സ്നേഹമൊക്കെ അഭിനയിക്കാനൊക്കെ നമുക്ക് കഴിയും. പക്ഷേ യഥാർത്ഥമായ സ്നേഹം അത് അനുഭവിക്കുന്നവർക്കറിയാം, അത് മാലിന്യമില്ലാത്ത സ്നേഹം. ഭർത്താവിന്റെ സ്നേഹം അങ്ങനെയായിരുന്നു, അത് മാലിന്യമില്ലാത്ത സ്നേഹം. യൂദായോട് പോലും സ്നേഹമായിരുന്നു. നീ ചെയ്യുവാനുള്ളത് വേഗം ചെയ്യുക എന്നാ പറഞ്ഞത്. യൂദായെ പോലും അന്ത്യത്തോടെ സ്നേഹിച്ചു. അങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, താൻ ദൈവം അവൻ കൊടുത്തവരെ അന്ത്യത്തോടെ സ്നേഹിച്ചു. യൂദയ്ക്ക് ഒരു നിമിഷം പോലും പറയാൻ ഒക്കില്ല, എന്നെ സ്നേഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം, പരസ്പരമുള്ള സ്നേഹം. പ്രിയമുള്ളൊരു ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നാ? ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒത്തിരി പഠിച്ചു. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ റോമാലേഖനം 12-ാം അധ്യായത്തിന് ഓരോ വാക്യത്തിൽ പറയുന്ന ക്രിസ്ത്യ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങൾ അത് നമ്മൾ ധ്യാനിക്കണം. എല്ലാ ദിവസവും റോമാലേഖനം 12-ാം അധ്യായം എടുത്ത് ഓരോ വാക്യം ധ്യാനിച്ച് ചോദിക്കണം, ആ നിർവ്യാജ സ്നേഹം എനിക്കുണ്ടോ? ആ നിർവ്യാജ സ്നേഹം എനിക്കുണ്ടോ? ഞാൻ എൻ്റെ വരങ്ങളെ മറ്റൊരു പ്രയോജനത്തിന് വേണ്ടി പ്രകാശിപ്പിക്കുന്നുണ്ടോ? ഒരു ശരീരം എന്നുള്ളതായിരിക്കുന്ന ഒരു സെൻസ്, ആ ഒരു ബോധം എനിക്കുണ്ടോ? സഭ ഞാൻ ഒരു ശരീരമത്തിലെ ഭാഗങ്ങളാണ് എന്നുള്ളത്. ഞാൻ എന്നെ തന്നെ ദൈവത്തിനൊരു യാഗമായി, ആരാധനയായി സമർപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപമാകാതാണോ ഞാൻ ജീവിക്കുന്നത്? നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവിക ബന്ധം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റേതോ പഴയ ലോകത്തിന്റെ ചിന്താഗതിയാണോ എനിക്കുള്ളത്, അതോ എനിക്ക് ദൈവജനത്തിന്റെ ഒരു ക്രിസ്തീയ ചിന്താഗതിയുണ്ട്? ഇതൊക്കെ നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിച്ച് വേണ്ട വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം. എൻ്റെ പ്രിയമുള്ളവരെ, എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. കർത്താവ് അനുവദിച്ച ബാക്കി വാക്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച പരിശോധിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.